ഹലോ എവരിവൺ, നമുക്കിന്ന് ജെയിം മോക്ക് ടെസ്റ്റിൻ്റെ കെമിസ്ട്രി ഡിസ്കഷൻ ആരംഭിക്കാം. സോ ഇന്ന് ഞങ്ങൾ 2 ഫാക്കൽറ്റീസ് ആയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഓർഗാനിക് കെമിസ്ട്രി പാർട്ട് മൊത്തം CR സാർ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ദെൻ ഇനോർഗാനിക് ഫിസിക്കൽ കെമിസ്ട്രി പാർട്ട് ഞാനും ഡിസ്കസ് ചെയ്യും. അങ്ങനെയായിരിക്കും ഡിസ്കഷൻ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റൻ അതിനനുസരിച്ച് നോക്കാം. സോ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റനിലോട്ട് കിടക്കാം. ഹൈ ബ്ലഡ് പ്രഷർ പേഷ്യൻസ് ആർ അഡ്വൈസ്ഡ് ടു ടേക്ക് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സോൾട്ട്. Then reason കൊടുത്തിട്ടുണ്ട്. From salt Na plus and Cl minus ion concentration increases in the body fluid which may rupture the blood cells. ഓക്കെ, നമ്മൾ എപ്പോഴും അസേഷൻ റീസൺ ക്വസ്റ്റ്യന് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ഈ അസേഷനും റീസണും ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും അസേഷൻ വായിച്ച് അസേഷൻ ആദ്യം ശരിയാണെങ്കിൽ അതിൻ്റെ റീസൺ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ ആക്ച്വൽ റീസൺ അവർ തന്നിട്ടുള്ള റീസണും കൂടി വായിച്ചു നോക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അവർ തന്ന റീസണിൽ നമ്മൾ അങ്ങ് എത്തും. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. സോ ഹൈ ബ്ലഡ് പ്രഷർ പേഷ്യൻസ് ആർ അഡ്വൈസ്ഡ് ടു ടേക്ക് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സോൾട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ കൂടിയ ആൾക്കാർക്ക് ഈ സോൾട്ടിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും എന്നാണല്ലോ അർത്ഥം. അപ്പം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. സോൾട്ടിൻ്റെ നമ്മൾ NCERT ഡയറക്റ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സോൾട്ട് വല്ലാണ്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ സെല്ലിൻ്റെ അതായത് ഇൻട്രാ സെല്ലുലാർ സ്പേസിലും അതേപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സിലൊക്കെ എന്ത് കൂടും, ഈ പറയുന്ന സോൾട്ട് കണ്ടന്റ് കൂടും. അതായത് അവർ ഹൈപ്പർട്ടോണിക് ആവും. അവർ ഹൈപ്പർട്ടോണിക് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അവിടുത്തെ വാട്ടർ എന്താ ചെയ്യും, അവിടെ റീറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ വാട്ടർ റിട്ടൻഷൻ നടക്കും. ഇങ്ങനെ വാട്ടർ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഈ ബ്ലഡ് അതേപോലെ തന്നെ ബ്ലഡ് സെൽസ് ഒക്കെ റപ്ചർ ആവാനുള്ള ചാൻസ് എന്താണ്, ഭയങ്കര കൂടുതലാണ്. കാരണം എന്താ, ഇവർ ഈ വാട്ടർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡിലോട്ട്, അതായത് സെല്ലിൽ നിന്ന് പരമാവധി ഫ്ലൂയിഡ് എന്ത് ചെയ്യും, പുറത്തോട്ട് വരും. അപ്പോൾ സെല്ല് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ എഡിമ എന്ന് പറഞ്ഞ സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കറക്റ്റാണ്. കാരണം ബ്ലഡ് പ്രഷർ കൂടിയ ആൾക്കാർ കൂടുതൽ സോൾട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇങ്ങനെയുള്ളൊരു ഹെൽത്ത് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ അതിന് ഇനി അവർ പറഞ്ഞ റീസൺ എന്താ നോക്കാം. ഫ്രം സോൾട്ട്സ് ഓഫ് Na plus and Cl minus ion concentration increases in the body fluid. കറക്റ്റാണ്. സോ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ ബോഡി ഫ്ലൂയിഡ് എന്തായിരിക്കും, ഹൈപ്പർട്ടോണിക് ആയിട്ട് മാറും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബ്ലഡ് സെൽസ് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, റപ്ചർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അസേഷൻ കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫോർ ദ ഗാൽവനിക് സെല്ല്, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യന് സൊല്യൂഷൻ എന്നാണ് കണ്ടത്. ദെൻ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിലാണല്ലോ, ഒറ്റ നോട്ടത്തിൽ നിന്ന് അറിയാം ഗാൽവനിക് സെല്ലാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ ദ ഗാൽവനിക് സെല്ല് സിൽവർ, ദെൻ AgCl സോളിഡ്, KCl 0.2 മോളാർ, സോൾട്ട് ബ്രിഡ്ജ്. ദെൻ ആ ഒരു സെല്ല് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ EMF ജനറേറ്റഡ് ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ സെൽ റിയാക്ഷൻ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ഈ ക്വസ്റ്റ്യനിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ EMF ജനറേറ്റഡ് ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ സെൽ റിയാക്ഷൻ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്. അതായത് അവിടുത്തെ EMF കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ റിയാക്ഷൻ നമുക്ക് ആദ്യം സെൽ റിയാക്ഷൻ എന്ന് എഴുതണം. ഇവിടെ സിൽവർ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, സിൽവർ +1 ആവുകയാണ്. ആൻഡ് KCl മിക്കവാറും ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. ദെൻ KBr ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. അഗൈൻ Ag+ഉം പിന്നെ എന്താണ് Ag0. അതായത് ഇത് സിംപ്ലി സിൽവറും പിന്നെ സിൽവറിൻ്റെ ഒരു സോൾട്ടും, അതായത് AgCl തമ്മിലുള്ള റിയാക്ഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ ഇതായിരിക്കും ഓക്സിഡേഷൻ റിയാക്ഷൻ. അതായത് Ag എന്തായിട്ട് മാറുകടാ, AgCl ആയിട്ട് മാറുകയാണ്, AgCl സോളിഡ്. ഓക്കെ, ദെൻ ഇപ്പുറത്ത് റിഡക്ഷൻ നോക്കുമ്പോൾ ഇവിടെ ഉള്ളത് ആരാണ്, AgBr ആണ്. ദെൻ AgBr എന്തായിട്ട് മാറുന്നു, Ag ആയിട്ട് മാറുന്നു. അപ്പം നമുക്ക് ഇവിടെ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും സോളിഡാണ്. ഓക്കെ, ഇവരെല്ലാവരും സോളിഡാണ്. ഇവരുടെ ഒന്നും കോൺസെൻട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് തന്നെ അറിയാം ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന Ag അല്ലെങ്കിൽ AgBr AgCl ഒരു സ്പാരിംഗിലി സോലുബിൾ സോൾട്ട് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ AgBr AgCl സ്പാരിംഗിലി സോലുബിൾ സോൾട്ട് ആയതുകൊണ്ട് തന്നെ അവന് വളരെ ചെറിയ എമൗണ്ടിൽ ഡിസോസിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇക്വിലിബ്രിയത്തിലോട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം AgBrന്റെ കേസിൽ സപ്പോസ് ഇത് AgBr ആണെങ്കിൽ നോക്കണം, AgBr എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുക, ഇറ്റ് ബിക്കംസ് Ag+ഉം പിന്നെ ആരാണ് Br- ആൻഡ് ഇതിൻ്റെ സോലുബിലിറ്റി നമുക്കറിയത്തില്ല. നമ്മൾ SO ആണ് ഇടുക. പക്ഷേ ഇവിടെ നമുക്ക് KSP വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. നമുക്കിവിടെ വേണ്ടത് ആക്ച്വലി ആരുടെ സോലുബിലിറ്റി ആണ്, ഈ പറയുന്ന
AgBr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ Ag പ്ലസും Br മൈനസും, അതായത് ഈ Ag പ്ലസിന്റെ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് ശരിക്ക് അറിയേണ്ടത്. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ AgBr ഒരു സ്പാരിംഗിലി സോലുബിൾ സോൾട്ട് ആണെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാകുന്ന Ag പ്ലസും Br മൈനസും ഭയങ്കര മൈന്യൂട്ട് കോൺസെൻട്രേഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ KCl എന്ന് പറയുന്നൊരു ഇലക്ട്രോലൈറ്റ് ഉണ്ട് ഇപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ AgBr എന്ന് പറഞ്ഞ ഇലക്ട്രോലൈറ്റ് ഉണ്ട്, ഈ KBr എന്ന് പറഞ്ഞ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. അങ്ങനെ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ഇറ്റ്സ് ആക്ച്വലി 10⁻³ ആണ്. ഈ 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ AgBr ഉണ്ടാവുന്ന Br മൈനസിന്റെ കോൺസെൻട്രേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി ഹ്യൂജ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെയുള്ള Br മൈനസിന്റെ കോൺസെൻട്രേഷൻ ആക്ച്വലി ഇവിടെ നിന്ന് ഉണ്ടാകുന്ന Br മൈനസ് പ്ലസ് ഇവിടെയുള്ള Br മൈനസ്, പക്ഷേ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന Br മൈനസ് നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കോൺസെൻട്രേഷൻ മാത്രം എടുത്താൽ മതി. സോ ഇറ്റ്സ് അബൌട്ട് 10⁻³ ദെൻ Ag പ്ലസിന്റെ കോൺസെൻട്രേഷൻ നമുക്കറിയില്ല, കാരണം അതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങളത് 10⁻³ ഇട്ടു. അങ്ങനെയാണെങ്കിൽ KSP എങ്ങനെ കാണാം? KSP ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എന്താണ് Br മൈനസ്. ദെൻ KSP ഓഫ് AgBr തന്നിട്ടുണ്ട്, ഇറ്റ്സ് അബൌട്ട് 3.3 × 10⁻30. അപ്പോൾ ഞാനിതാ ഇവിടുന്ന് കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് കണ്ടുപിടിക്കുന്നു. ഇറ്റ്സ് ഈക്വൽ ടു 3.3 × 10⁻30 ഡിവൈഡഡ് ബൈ 10⁻3. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 3.3 × 10⁻10 ആണ് Ag പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ. ആ കോൺസെൻട്രേഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇവിടുത്തെ കോൺസെൻട്രേഷൻ ആണത്. സോ ദിസ് കോൺസെൻട്രേഷൻ ഈസ് 3.33 × 10⁻10. ഇനി അടുത്തത് AgCl ആണെന്ന് വിചാരിച്ചു. AgCl. ഓക്കെ, AgCl എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യാം? അഗൈൻ ഇറ്റ് ഈസ് Ag പ്ലസ് ആൻഡ് Cl മൈനസ്. അങ്ങനെയാണെങ്കിൽ Ag പ്ലസും Cl മൈനസും ഉണ്ടെങ്കിൽ നമുക്ക് AgCl അല്ലേ, അപ്പോൾ നമുക്കറിയാം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ KSPന്റെ വാല്യൂ എത്ര? 2.8 × 10⁻3. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ഈക്വൽ ടു KSP വാല്യൂ 2.8 × 10⁻10 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ്. എടാ KCl എന്നുള്ള Cl മൈനസ് ഇറ്റ്സ് അബൌട്ട് 0.2 അഥവാ 2 × 10⁻1. ഓക്കെ, വെയിറ്റ്, is equal to 2 × 10⁻1. അപ്പോൾ ഇതിന് നമുക്ക് 1.4 × 10⁻9 എന്ന് വിളിക്കാം. അപ്പോൾ രണ്ടാൾക്കാരും കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇതിനെ നേൺസ് ഇക്വേഷന് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇനി നേരെ എന്ത് ചെയ്യണം? നേൺസ് ഇക്വേഷന് കൊടുക്കണം. ദെൻ നേൺസ് ഇക്വേഷന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഓഫ് കോഴ്സ് ഈ പറയുന്ന Ag പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? 1.4 × 10⁻9. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരെ നേൺസ് ഇക്വേഷന് കൊടുക്കുന്നു. അപ്പോൾ നേൺസ് ഇക്വേഷന് കൊടുക്കുമ്പോൾ നേൺസ് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ്? E സെൽ ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.059 ഡിവൈഡഡ് ബൈ N. എത്ര ഇലക്ട്രോണാണ്? Ag പ്ലസ് ആവാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണെ ഇൻവോൾവ് ചെയ്യുക ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് അല്ല Q അല്ല, റിയാക്ഷൻ കോഷ്യൻ്റ് അല്ല, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ കാഥോഡ് ആനോഡൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ദെൻ 1.4 × 10⁻9 ഡിവൈഡഡ് ബൈ 3.33 × 10⁻10. ഓക്കെ, ദെൻ അപ്പം ഇത് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ദെൻ വെയിറ്റ്, അതിൻ്റെ മുമ്പ് E0 സെൽ എത്രയെന്ന് കണ്ടുപിടിക്കണം. E0 സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഇത് രണ്ടും സിൽവറാണ്, ഇവിടെയും സിൽവറാണ്, ഇവിടെയും സിൽവറാണ്. അപ്പോൾ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ സെയിം ആയി കഴിഞ്ഞാൽ E0 സെല്ല് സുഖമായിട്ട് 0 ആവും. അങ്ങനെയാണെങ്കിൽ E സെൽ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഉണ്ട്, ആ മൈനസിനെ കളയാൻ വേണ്ടി ഞാൻ 0.059 ലോഗിന് ഞാൻ നേരെ തിരിച്ച് എഴുതുന്നു. 3.33 × 10⁻10 ആയിരുന്നു. ദെൻ ഡിവൈഡഡ് ബൈ 1.4 × 10⁻9. ഓഫ് കോഴ്സ് നമുക്കിത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 10⁻1 വരും. അങ്ങനെയാണെങ്കിൽ വിച്ച് വിൽ ബി ഈക്വൽ ടു 0.059. ഓപ്ഷൻസ് ഉണ്ടോ? നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻറ്റു ലോഗ്, ദെൻ ഇതിപ്പോൾ എത്ര വരിക? ലോഗ് 3.3 ഡിവൈഡഡ് ബൈ 1.4 ഇൻറ്റു എത്ര വരും? 10 വരും. അപ്പോൾ ഇത് 33 ഡിവൈഡഡ് ബൈ എത്രയടാ? 14 ആണ്. അപ്പോൾ 2 ഇൻറ്റു വേറെ ഡാറ്റ ഒന്നും തന്നിട്ടില്ലല്ലോ, ഇല്ല, KSP തന്നെ തന്നിട്ടുള്ളൂ. അപ്പോൾ 33 2 4 28 ബാക്കി 5, ദെൻ 14 ആകുമ്പോൾ 28, അപ്രോക്സിമേറ്റ്ലി 4 വരെ പോവാം. അപ്പം ഇത് വിച്ച് വിൽ ബി ഈക്വൽ ടു ലോഗ് 2.4 × 10⁻1. അപ്പോൾ ഇത് 0.06 ഇൻറ്റു ലോഗിൻ്റെ വാല്യൂ, അവിടെ ലോഗ് 10⁻1. അപ്പോൾ -1 പ്ലസ് ലോഗ് 2.4, ലോഗ് 2ൻ്റെ വാല്യൂന് 0.3 ആണ്. ആൻഡ് അപ്പോൾ 0.3 സംതിങ് ഉണ്ടാവും, 0.3 സംതിങ്. ഓക്കെ, ദെൻ ലോഗ് 3ൻ്റെ വാല്യൂ നമുക്കറിയാം, ലോഗ് 3 ഈക്വൽ ടു 0.48 ആണ്. അപ്പോൾ
0.3ൻ്റെയും 0.48ൻ്റെയും ഇടയിലുള്ളൊരു വാല്യൂ ആയിരിക്കും. സോ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 0.4 അങ്ങ് എടുക്കാം. ഓക്കെ, 0.4. അപ്പോൾ ഇത് വിച്ച് വിൽ ബി ഈക്വൽ ടു 0.06 ഇൻറ്റു -0.6. അപ്പോൾ 36 സോ -36 ദെൻ 1 2 3 0. ഓക്കെ, 0.36ൻ്റെ അടുത്തുള്ളൊരു വാല്യൂ. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ ഇതാണ് കറക്റ്റ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അടുത്തടുത്ത് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് കറക്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻസ് ഉണ്ടാകും, ഒന്നും നോക്കണ്ട, അപ്രോക്സിമേറ്റ് ചെയ്തേക്കാം. ഓക്കെ, Question number 3, the reaction is given. CH3 CH ഡബിൾ ബോണ്ട് CH3ലേക്ക് ഒരു HBr ആഡ് ചെയ്യുന്നു, എന്നിട്ട് ബ്രോമിൻ ഇട്ട് പ്രൊഡക്റ്റ് കിട്ടുന്നു. ഈ റിയാക്ഷൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒന്നാമത്തെ കാര്യം ഇതൊരു മാർക്കോണിക്കോസ് അഡീഷൻ റിയാക്ഷൻ ആണല്ലോ എന്നായിരിക്കും. ഓക്കെ, ഇതിൽ മാർക്കോണിക്കോസ് അഡീഷൻ ഇതിൽ ഏതാണ് വരിക എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് മാർക്കോണിക്കോസ് അഡീഷൻ ഉൾപ്പെടുത്താൻ പറ്റുക? വളരെ സിമ്പിളാണ്. ഈ റിയാക്ഷൻ്റെ മെക്കാനിസം അറിയണമെന്നേ ഉള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കാം. CH2 ഡബിൾ ബോണ്ട് CH പിന്നെ CH3 ഇതിലേക്ക് HBr ആഡ് ചെയ്യുന്നു അല്ലേ? HBr ആഡ് ചെയ്യുന്നു. അപ്പോൾ HBr ആഡ് ചെയ്യുമ്പോൾ ആദ്യം H+ വരണോ, അത് ആദ്യം Br- വരണോ? H+ എന്ന് പറഞ്ഞാൽ ശരിക്കും H+ ഉണ്ടാകും, അതിൽ Br- ഉണ്ടാവുമല്ലോ. ഇതിൽ ആദ്യം ആരാണ് വരിക? നമുക്കറിയാം, ഇത് ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ, ഇതൊരു ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള പൊസിഷൻ ആണല്ലോ. അപ്പോൾ ഇതിലേക്ക് വരുന്ന ആരായിരിക്കും? ഇലക്ട്രോഫൈൽ ആയിരിക്കും. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ H+ ആണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷ്യസ്. ആദ്യം വരുന്നത് H+ ആണ് ഇതിലേക്ക്. ആ H+ വരുന്ന ഈ പ്രോസസ്സ് തന്നെയാണ് ഇവിടുത്തെ H+ വരുന്ന ഈ പ്രോസസ്സ് തന്നെയാണ് ഈ ഒരു റിയാക്ഷൻ്റെ സ്ലോ സ്റ്റെപ്പ്, റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് അല്ലേ? റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്ലോ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്റ്റെപ്പാണ് ആ റിയാക്ഷൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അല്ലേ? പിന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് ഇതാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ എന്ത് വരുന്നു? ആദ്യം നമുക്ക് ഈ റിയാക്ഷൻ കിട്ടുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആദ്യം ഈ ബോണ്ട് എന്താകും അല്ലേ? ബോണ്ട് നമുക്കിങ്ങനെ പറയാം, ബോണ്ട് ബ്രേക്ക് ആകും. ബോണ്ട് ബ്രേക്ക് ആകുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങോട്ടായിരിക്കും ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ടാവുക. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ആയിട്ടാണ് വരിക. ആ മൈനസിലേക്ക് എന്ത് ചെയ്യും? ഈ മൈനസിലേക്ക് H+ വന്നിട്ട് ഇവിടെ CH3 ആവുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാവുന്നതാണ്, വേണമെങ്കിൽ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ ചിന്തിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ സംഭവിക്കുന്നത് ഇവിടെ പ്ലസ് ആവണം ചെയ്യാം. നമുക്കറിയാം, ഈ കാർബണിനാണോ പ്ലസ് വേണ്ടത്, അതോ ഈ കാർബണിൽ പ്ലസ് വേണോ? സംശയമില്ല, ഈ കാർബണിൽ പ്ലസ് വേണം. അതിൻ്റെ കാരണം എന്താ? അത് സെക്കൻഡറി കാർബണാണ്. സെക്കൻഡറി കാർബൺ അല്ലേ ഫസ്റ്റ് പ്രൈമറിയേക്കാളും മോസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കുന്നത് സെക്കൻഡറി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെയാണ് ഇത് സ്പിറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇതാ ഇവിടെ എന്താകും? ഈ കോമ്പൗണ്ടിൽ ഇവിടെ എന്താകും? ഇവിടെ CH3 എന്നായിട്ടുണ്ടാകും. CH3 നെക്സ്റ്റ് CH+ ആയിട്ടുണ്ടാകും, പിന്നെ CH3 എന്നായിട്ടുണ്ടാകും. ഇതിലേക്ക് ആര് വരുന്നു? ഇതിലേക്ക് പിന്നെ Br- വരുന്നു. എന്നിട്ട് ആ പ്ലസ്സിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് CH3 CHBr പിന്നെ CH3 എന്ന് കിട്ടുന്നു. തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഇതാണല്ലോ, ഇത് കിട്ടുന്നു എന്നാണ് പറയണത്. ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു, ഇതാണ് 2 സ്റ്റെപ്പിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈ സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പ് അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് എ കാർബോ കാറ്റയോൺ ആണ് അല്ലേ? പിന്നെ ഇലക്ട്രോഫൈൽ ഉണ്ട്, അവിടെ ഇലക്ട്രോഫൈൽ ഉണ്ട്. ഓക്കെ, ഇലക്ട്രോഫൈലോട് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇലക്ട്രോഫൈലാണ്. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റാണ്. ദിസ് ഈസ് ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈലിൻ്റെ പ്രസൻസ് H+ ഉള്ള സ്റ്റെപ്പാണത്. അതുകൊണ്ട് ഇത് അഡീഷൻ ആണ്. എങ്ങനെ അഡീഷൻ ആവുന്നത്? ഡബിൾ ബോണ്ട് എന്തായി മാറുന്നു? സിംഗിൾ ബോണ്ടായി മാറുന്നു. ദാറ്റ് ഈസ് അഡീഷൻ. ശരിയല്ലേ? അപ്പോൾ എന്തായിരിക്കും വരിക? ഇത് ഈ റിയാക്ഷൻ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷനാണ്. അപ്പോൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ഓപ്ഷൻ എന്തായിരിക്കും? ഇലക്ട്രോഫിലിക് അഡീഷൻ ഓപ്ഷൻ ബി ആയിരിക്കും ഉണ്ടാവും. സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല എന്ന് മനസ്സിലാക്കുക, ഫ്രീ റാഡിക്കൽ മെക്കാനിസം അല്ല. ഓക്കെ, എന്നാൽ ആൻറ്റി മാർക്കോണിക്കോസ് അഡീഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ഫ്രീ റാഡിക്കൽ അഡീഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ വേണമെങ്കിൽ ഇത് എടുക്കായിരുന്നു. പക്ഷേ ദിസ് ഈസ് മാർക്കോണിക്കോസ് അഡീഷൻ. റൈറ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 3 ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് വരാം. ഇൻ ദ റിയാക്ഷൻ ഈസ് ഗിവൺ RCOOH ഇങ്ങനെ പോയിട്ട് ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ. അവസാനം A ഉണ്ടാകുന്നു, B ഉണ്ടാകുന്നു, C ഉണ്ടാകുന്നു, D ഉണ്ടാകും. എന്നിട്ട് എന്താണ് D? വാട്ട് ഈസ് D എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് RC ഡബിൾ ബോണ്ട് OHലേക്ക് കാർബോക്സിലിക് ആസിഡിലേക്ക് PCl5 ആഡ് ചെയ്യുന്നു. കാർബോക്സിലിക് ആസിഡിലേക്ക് PCl5, PCl3, SOCl2 ഒക്കെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കറസ്പോണ്ടിങ് ആസിഡ് ക്ലോറൈഡ് ആയിരിക്കും. RCOCl ആയിരിക്കും, അല്ലെങ്കിൽ അസൈൽ ക്ലോറൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലേക്ക് KCN ആഡ് ചെയ്യുന്നു.
KCN ആഡ് ചെയ്ത് എന്ത് സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാകും, RCOCN എന്നുണ്ടാകും. ഓക്കെ, KCN ആഡ് എന്ത് സംഭവിക്കുന്നതാണ്, RCOCN എന്നുണ്ടാകും, CN. ഓക്കെ, അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ അടുത്ത റിയാക്ഷൻ സിങ്ക് HgHCl എന്നാണ് അല്ലേ. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ ക്ലമൻഷൻ അല്ല, അതിന് മുമ്പ് ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, ഇതൊക്കെ ആഡ് ചെയ്യുന്നത് ആരാണ്, H2 ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് എഴുതണം, H2 അല്ലേ. HOH എന്ന് പറഞ്ഞാൽ H2 ആണ്, H2. അതായത് അവിടെ സംഭവിക്കാൻ പോണ കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് സംഭവിക്കാൻ പോണ കാര്യം എന്തായിരിക്കും, ഹൈഡ്രോളിസ് നടത്തുന്നു, ഹൈഡ്രോളിസിസ്. ഓക്കെ, ഒരു സയനൈഡിനെ നിങ്ങൾ ഹൈഡ്രോളിസ് നടത്തി എന്താ കിട്ടാന്നറിയോ, ഒരു സയനൈഡിനെ നിങ്ങൾ ഹൈഡ്രോളിസ് നടത്തി കിട്ടാൻ പോണ കാര്യം ഇതാ RCO, എന്ത് മാറും, COOH ആയിട്ട് മാറും, COOH ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ COOH ആയിട്ട് മാറും. ബാക്കി ഈ ഭാഗം മുറിയാണ് ചെയ്യുക. എന്നിട്ട് ഈ ഭാഗം എന്ത് ചെയ്യും, COOHും ഈ ഭാഗം എന്താകും, NH3 ആയിട്ട് പുറത്തേക്ക് പോകും. ക്ലിയർ, റൈറ്റ്. അടുത്ത കേസിൽ അടുത്തതിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യണത്, നമ്മൾ ഇതാ സിങ്ക് HgHCl. നിങ്ങൾ ക്ലമൻഷൻ റിഡക്ഷൻ കേട്ടിട്ടുണ്ടല്ലോ. ക്ലമൻഷൻ റിഡക്ഷൻ എന്താ ചെയ്യുക, ക്ലമൻഷൻ എന്ന് പറഞ്ഞാൽ ഈ CO ഗ്രൂപ്പിന് എന്ത് ചെയ്യും, CH2 ആക്കാണ് ചെയ്യുക. CO ഗ്രൂപ്പിന് എന്താകും, CH2 ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നോക്കാം, RCH2 പിന്നെ COOH എന്ന് കിട്ടും. ഓപ്ഷൻ സിയിൽ ഇതുണ്ട്, റൈറ്റ്. ഇതാണ് റിയാക്ഷൻ ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ KCN ഉണ്ടല്ലോ, ഇത് CN മൈനസ് ആണ്, ഇതൊന്നും ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു, CL പെട്ടെന്ന് ലീവ് ചെയ്യുന്ന ഗ്രൂപ്പാണ് അല്ലെ, പെട്ടെന്ന് ലീവ് ചെയ്യുന്ന കേസാണ്. അപ്പോൾ CL പുറത്തേക്ക് പോകുന്നു. ക്ലിയർ. Then ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കാം. If the weight of metal chloride is x gram containing y gram of metal, the equivalent weight of the metal will be എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇഫ് ദ വെയിറ്റ് ഓഫ് മെറ്റൽ ക്ലോറൈഡ് ഈസ് എക്സ് ഗ്രാം, അതായത് ഒരു മെറ്റൽ ക്ലോറൈഡിന്റെ വെയിറ്റ് എക്സ് ഗ്രാം ആണ്, then അതിൽ y ഗ്രാം മെറ്റൽ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇക്വലന്റ് വെയിറ്റ് ഓഫ് മെറ്റൽ ആണ്. ഓക്കെ, ഒന്നുമില്ല, നമുക്കറിയാം ഈ മെറ്റൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് MCl എന്ന് എഴുതാം. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 1, അപ്പോൾ M1. ദെൻ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയില്ല, ഇറ്റ് ഈസ് എക്സ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവൻ എവിടുന്ന് ഉണ്ടാവുന്നുണ്ടാവുക മെറ്റൽ പ്ലസ് ക്ലോറിൻ എന്നായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് ഇങ്ങനെയുള്ളൊരു കെമിക്കൽ റിയാക്ഷൻ ഉറപ്പിച്ച് പറയാം. ഇവിടെ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ഗ്രാം ഇക്വലന്റ് ഓഫ് മെറ്റൽ ഈക്വൽ ടു ഗ്രാം ഇക്വലന്റ് ഓഫ് മെറ്റൽ ഈക്വൽ ടു ഗ്രാം ഇക്വലന്റ് ഓഫ് Cl2 ഈക്വൽ ടു ഗ്രാം ഇക്വലന്റ് ഓഫ് എന്തെന്ന് പറയാടാ നമുക്ക് ഈ പറയുന്ന MClX എന്ന് പറയാം, മെറ്റൽ ക്ലോറൈഡ് എന്ന് പറയാം. ആൻഡ് ഇവിടെ നമുക്ക് മെറ്റലും അതേപോലെ തന്നെ മെറ്റൽ ക്ലോറൈഡ് ആയതുകൊണ്ട് ഞാൻ ക്ലോറിനെ ഇവിടുന്ന് തൽക്കാലം എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. നമുക്ക് ഗ്രാം ഈക്വലൻസ് ഓഫ് മെറ്റൽ ഈക്വൽ ടു ഗ്രാം ഈക്വലൻസ് ഓഫ് എന്തെന്ന് പറയാം, മെറ്റൽ ക്ലോറൈഡ് എന്ന് പറയാം. ആൻഡ് ഇക്വലന്റ് വെയിറ്റ് ഓഫ് മെറ്റലാണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രാം ഇക്വലൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഗ്രാം ഇക്വലന്റ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ എത്രയാടാ, ഇക്വലന്റ് വെയിറ്റ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ്. മെറ്റലിൻ്റെ ഗിവൺ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഗ്രാം മെറ്റലാണ്. സോ അപ്പോൾ ഞാനതിന് y കൊടുത്തു, ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് മെറ്റലിനെ ഞാൻ E എന്ന് വിളിച്ചു, പ്ലസ് ഇനി ഗിവൺ മാസ് ഓഫ് മെറ്റൽ. ഓക്കെ, ദെൻ മെറ്റൽ ക്ലോറൈഡ് അത് എത്രയാണ്, എക്സ് ഗ്രാം ആണ്. സോ ഈക്വൽ ടു ആണ് ഇവിടെ വരെ, ഈക്വൽ ടു വിച്ച് വിൽ ബി ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ ഇനി ഇക്വലന്റ് വെയിറ്റ് ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വലന്റ് വെയിറ്റ് ഓഫ് മെറ്റൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വലന്റ് വെയിറ്റ് ഓഫ് മെറ്റൽ പ്ലസ് ഇക്വലന്റ് വെയിറ്റ് ഓഫ് ക്ലോറിൻ. അപ്പോൾ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ക്ലോറിൻ എത്രയാണ്, ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cl2 വാട്ട് എവർ ഇറ്റ് ഈസ്, Cl2 അല്ലെങ്കിൽ ClO. ഇനി നിങ്ങൾ Cl എടുക്കണമെന്ന് വിചാരിച്ചു, Cl മൈനസ് ആയിരിക്കും. അപ്പോൾ 35.5 ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അവൻ്റെ എൻ ഫാക്ടർ, അപ്പോൾ 35.5 തന്നെ. സോ ഇറ്റ്സ് ഈക്വൽ ടു 35.5. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി E കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ എക്സ് ടൈംസ് E ഈക്വൽ ടു y ടൈംസ് E പ്ലസ് 35.5 y എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഈനെ പുറത്തോട്ട് എടുക്കാം. സോ ഈനെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇക്വേഷൻ ബിക്കംസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ E ഈക്വൽ ടു 35.5y. ഓക്കെ, വിച്ച് മീൻസ് E ഈക്വൽ ടു 35.5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ദ ആൻസർ ഈസ് ഈക്വൽ ടു 35.5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ എന്ന് വരും. ഓക്കെ, ദിസ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. അപ്പോൾ
ഇതിൽ ഏതെങ്കിലും ആൻസർ അങ്ങനെയുണ്ടോ? സോ എക്സ് ബൈ വൈ ഇതല്ല, ഇതല്ല. സോ സി ഈസ് ദ റൈറ്റ് ആൻസർ. പക്ഷേ സിയിലൊരു പ്രശ്നമുണ്ട്. എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ആണ്. സോ നമുക്കിതിന് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ എന്നാക്കാം. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഇൻറ്റു 35.5 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കാം. എ റിയാക്ടൻറ്റ് എ ഫോംസ് ടു പ്രൊഡക്റ്റ്. എ ഗിവ്സ് ബി ആക്ടിവേഷൻ എനർജി EA1, എ ഗിവ്സ് സി ആക്ടിവേഷൻ എനർജി EA2. ഇഫ് EA2 ഈക്വൽ ടു 2EA1 ദെൻ K1 ആൻഡ് K2 ആർ റിലേറ്റഡ് ആസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ സിമ്പിളാണ് അല്ലേ? നമുക്ക് രണ്ട് ഇക്വേഷൻ എഴുതാം. അതായത് നമുക്കറിയാം അറീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് EA ബൈ RT ആണ്. അപ്പോൾ ഞാനിത് രണ്ടിനും ഒരു ഇക്വേഷൻ എഴുതുന്നു. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ K1 ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് EA1 ഡിവൈഡഡ് ബൈ RT എന്ന് എഴുതാം. ആൻഡ് K2 ഈക്വൽ ടു എ ഇ റൈസ് ടു മൈനസ് EA2 ഡിവൈഡഡ് ബൈ RT. ഓക്കെ, ദെൻ K2 K1 തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഞാൻ K1 ഡിവൈഡഡ് ബൈ K2 ഈക്വൽ ടു എ, ഇത് ഇവിടെ A1 A2 എന്നും വിളിക്കാം. കാരണം അതിൻ്റെ രണ്ടിൻ്റെ കേസിൽ A1 A2 രണ്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ആണ്, രണ്ട് റിയാക്ഷൻ ആണ്. അപ്പോൾ രണ്ട് റിയാക്ഷൻ ആകുമ്പോൾ A1 A2 എന്ന് പറഞ്ഞാൽ അറീനിയസ് പാരാമീറ്റർ ആണ്. അറീനിയസ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ അതർ ഫാക്ടേഴ്സ്, അതായത് കൊളീഷൻ ഫ്രീക്വൻസിന് ബാക്കി ഫാക്ടേഴ്സിനൊക്കെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് രണ്ട് കണ്ടീഷൻ ആയിട്ട് നമുക്ക് A1 A2 വേറെ തന്നെ കൊടുക്കാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു A1 ഡിവൈഡഡ് ബൈ എന്താണ് A2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് minus EA1 divided by RT divided by e raised to minus EA2 divided by RT എന്ന് വരും. അങ്ങനെയാണെങ്കിൽ A1 by A2 is again a constant. ഞാൻ അതിനെ A എന്ന് വിളിച്ചു. then K1 divided by K2 equal to e raised to E1. then ഇതിനെ നമുക്ക് e raised to minus EA1 ഡിവൈഡഡ് ബൈ RT മൈനസ് അതായത് മൈനസ് EA2 ഡിവൈഡഡ് ബൈ RT എന്ന് വിളിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ വിച്ച് വിൽ ബി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? K1 ഡിവൈഡഡ് ബൈ K2 ഈക്വൽ ടു എ ഇ റൈസ് ടു RT ഈസ് എ കോമൺ തിങ്. ദെൻ RT ഞാൻ കോമൺ ആക്കി. ദെൻ EA2 മൈനസ് EA1 ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം. വിച്ച് വിൽ ബി ഈക്വൽ ടു എ ഇ റൈസ് ടു EA2 എന്ന് പറഞ്ഞാൽ 2EA1 ആണ്. അപ്പോൾ 2EA1 മൈനസ് EA1. അപ്പോൾ 2EA1 നിന്ന് EA1 പോയി കഴിഞ്ഞാൽ ബാക്കി ആരാ ഉണ്ടാവുക? EA1 ആണ് ഉണ്ടാവുക. അപ്പോൾ EA1 ഡിവൈഡഡ് ബൈ എന്ത് വരും ഇടാ? RT എന്ന് വരും. സോ K1 ഡിവൈഡഡ് ബൈ K2 ഈക്വൽ ടു എ ഇ റൈസ് ടു EA1 ഡിവൈഡഡ് ബൈ RT. അങ്ങനെയാണെങ്കിൽ K1 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? K1 ഈക്വൽ ടു എ ഇൻറ്റു K2 ഇൻറ്റു ഇ റൈസ് ടു EA1 ഡിവൈഡഡ് ബൈ RT. ഓക്കെ, divided by RT, EA1 divided by RT. അങ്ങനത്തെ ഉള്ള ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓഫ് കോഴ്സ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ അപ്പോൾ അത് കിട്ടി. അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കാം. ഡിറ്റർമൈൻ ദ POH of a solution after 0.1 mole of NaOH is added to 1 liter of solution containing 0.15 molar CH3COH and 0.2 molar CH3CONA. Assume no change in volume. ദെൻ log 3 log 2 pKa ഓഫ് അസിറ്റിക് ആസിഡ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ആരൊക്കെ ഉണ്ടാ? നമ്മൾ ആഡ് ചെയ്യണത് 0.1 മോൾ ഓഫ് NaOH ആണ് ടു 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 0.15 മോളാർ അസറ്റിക് ആസിഡ് ആൻഡ് 0.2 മോളാർ ആരാണ്? അസറ്റേറ്റ്. അതായത് ഓൾറെഡി അവിടെ അസറ്റിക് ആസിഡും അസറ്റേറ്റും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം അസറ്റിക് ആസിഡ് ഈസ് എ ആസിഡ്, ദെൻ അസറ്റേറ്റ് ഒരു സോൾട്ട് ആണ്, NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ നമ്മൾ NaOHന് ഇവിടേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം NaOHന് ഞാൻ എവിടേക്ക് ആഡ് ചെയ്യാണ്? അസറ്റിക് ആസിഡിക്ക് ആഡ് ചെയ്യാണ്. സ്വാഭാവികമായിട്ട് അവർ റിയാക്ട് ചെയ്യും. അവർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്താണ്? CH3CONA ഉണ്ടാവും, പിന്നെ ആരും ഉണ്ടാവും? H2 ഉണ്ടാവും. ഓക്കെ, ദെൻ ഈ പറയുന്ന പെർട്ടിക്കുലർ റിയാക്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഉള്ള ആൾക്കാർ 1 ലിറ്റർ സൊല്യൂഷൻ ആയതുകൊണ്ട് 0.15 മോളാർ ആണ് രണ്ടുപേരും ഉള്ളത്. ദെൻ 1 ലിറ്റർ സൊല്യൂഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, എല്ലാം 1 ലിറ്റർ ആണ്. മോളാർ കോൺസെൻട്രേഷനും അതേപോലെ തന്നെ നമ്പർ ഓഫ് മോൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദെൻ ഇവിടെ ഇനീഷ്യലി ഉള്ളത് 0.15 മോളാർ അസറ്റിക് ആസിഡ് ഉണ്ട് ആൻഡ് ഇവിടെ ഉള്ളത് 0.2 മോളാർ അസറ്റേറ്റ് ഉണ്ട്. ഇനി ഇവിടേക്ക് ഞാൻ 0.1 മോളാർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ 0.1 മോള് NaOH ഇവനായിട്ട് റിയാക്ട് ചെയ്യും. അതായത് ഒരു മോൾ NaOHന് റിയാക്ട് ചെയ്യാൻ 1 മോൾ അസറ്റിക് ആസിഡ് വേണം. അപ്പോൾ 0.1ന് റിയാക്ട് ചെയ്യാൻ ഓഫ് കോഴ്സ് എത്ര വേണം? 0.1 വേണം. അപ്പോൾ 0.15 ആര് പോയി?
0.1 മോൾ പോയി. കാരണം എന്താ, ഇത് ഞാൻ 0.1 ഇട്ടു, അപ്പോൾ ഇത് 0 ആയി. ദെൻ ഇത് സ്വാഭാവികമായിട്ടും 0.15 നിന്ന് 0.1 പോയി കഴിഞ്ഞാൽ ബാക്കി 0.05 ഉണ്ടാവും. ഇനി അസറ്റേറ്റ് എത്ര ഉണ്ടാവുക, ഇവിടെ ഓൾറെഡി 0.2 ഉണ്ട്, പിന്നെ എത്ര ഉണ്ടായി, 0.1 ഉണ്ടായി. കാരണം നമുക്കറിയാം ഒരു മോൾ റിയാക്ട് ചെയ്ത ഒരു മോൾ ഉണ്ടാവും. അപ്പോൾ 0.1 മോളും 0.1 മോൾ റിയാക്ട് ചെയ്ത 0.1 മോൾ ഉണ്ടാവും, വിച്ച് വിൽ ബി ഈക്വൽ ടു എത്രയാടാ, 0.3 മോൾ ആയിട്ടുണ്ടാവും. ഓക്കെ, 0.3. ദെൻ 0.3 മോൾ എന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു മോളാർ. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് എന്ത് കിട്ടി, അസറ്റേറ്റും കിട്ടി. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് എന്തും കിട്ടി, അസറ്റിക് ആസിഡും കിട്ടി. ആൻഡ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ബാക്കി ആരൊക്കെ ഉണ്ട്, NaOH നിലവിലില്ല, ബിക്കോസ് കംപ്ലീറ്റ് NaOHും അസറ്റിക് ആസിഡിനായിട്ട് റിയാക്ട് ചെയ്തു. ബാക്കി അസറ്റിക് ആസിഡും ഉണ്ട്. ദെൻ അസറ്റിക് ആസിഡിന്റെ ഒരു സ്ട്രോങ് ബേസിനിട്ടുള്ള സോൾട്ടും ഉണ്ട്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആർ നോൺ ആസ് ബഫർ സൊല്യൂഷൻ അല്ലേ. അതായത് ഒരു വീക്ക് ആസിഡും ആ വീക്ക് ആസിഡിന്റെ സ്ട്രോങ് ബേസിനിട്ടുള്ള സോൾട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ബഫർ. അങ്ങനെയാണെങ്കിൽ ഇതൊരു ബഫർ സൊല്യൂഷൻ ആണ്. അപ്പോൾ ബഫർ സൊല്യൂഷന്റെ ഇക്വേഷൻ, ബഫർ സൊല്യൂഷന്റെ pH കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. pH ഈക്വൽ ടു pKa പ്ലസ് ലോഗ് സോൾട്ട് ബൈ ആസിഡ്, ലോഗ് സോൾട്ട് ബൈ ആസിഡ്. ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ. ദെൻ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഇക്വേഷനിലോട്ട് ഇതെന്ത് ചെയ്യാണ്, കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം, pKa വാല്യൂ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഈക്വൽ ടു 4.74 പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട്, ഇതാണ് സോൾട്ട്, ഇറ്റ്സ് ഈക്വൽ ടു 0.3 ഡിവൈഡഡ് ബൈ നമ്മുടെ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ എത്ര, ഇറ്റ്സ് അബൌട്ട് 0.05. അങ്ങനെയാണെങ്കിൽ ലോഗ് 0.3, ഇതിന് നമുക്ക് 3 ഡിവൈഡഡ് ബൈ എത്ര എഴുതാം, 0.5 എന്ന് എഴുതാം. ഇതിൽ കൂടെ 3 ഡിവൈഡഡ് ബൈ 0.5. അങ്ങനെയാണെങ്കിൽ 3 ഡിവൈഡഡ് ബൈ 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ് 3 into 2 ഇറ്റ്സ് ഈക്വൽ ടു 6. ഓക്കെ, ദെൻ 6 ആണ്. അപ്പോൾ ഇത് 4.74 പ്ലസ് ലോഗ് 6. ലോഗ് 6ൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ദെൻ ലോഗ് 2 into 3 അതാണ് ലോഗ് 6 അല്ലേ. അപ്പോൾ ലോഗ് 4.8 പ്ലസ് 3 അപ്പം 0.78 വരും. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു, അപ്പോൾ 4.74 പ്ലസ് 0.78 ഇസ് ദ റൈറ്റ് ആൻസർ. സോ 12. Then pH equal to 5.52 is the right answer. 5.52 is the right answer. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മോട് ചോദിച്ചിട്ടുള്ളത് pH അല്ല, ഡിറ്റർമൈൻ POH എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് അവിടുത്തെ ട്വിസ്റ്റ്. അപ്പോൾ POH കണ്ടുപിടിക്കാൻ നമുക്കറിയാം POH ഈക്വൽ ടു 14 മൈനസ് pH 5.52. സോ അപ്പോൾ 14 നിന്ന് 5.52 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 8.48 ഉണ്ടാവും. സോ ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ, 8.48. 8.48 is the right answer. Okay, then അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. The correct order of E0 M2 plus bar M values with negative sign for the 4 successive element. Okay, for the 4 successive element chromium, manganese, iron, cobalt is. Okay, then നമുക്കറിയാം ഇത് D and F എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ D and Fൽ E0 M2 plus bar M പഠിക്കാറുണ്ട്. സോ D and F എലമെന്റ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ് ആൻഡ് അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, ദെൻ സിങ്ക്, ഇങ്ങനെ വാല്യൂ പോവാം. ദെൻ സ്കാൻഡിയത്തിൻ്റെ വാല്യൂ ഇല്ല, കാരണം സ്കാൻഡിയത്തിൻ്റെ ആകെ ഒരേ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആണ്. ദെൻ ടൈറ്റാനിയം ഓൺവേർഡ്സ് നമുക്ക് വാല്യൂവിനെ വേണമെങ്കിൽ കൊണ്ടുപോവാം. ദെൻ ആ വാല്യൂ നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ജനറലി ലെഫ്റ്റ് ടു റൈറ്റ് ഈ വാല്യൂസ് എന്ത് ചെയ്യണത് കാണാൻ നിങ്ങൾക്ക് കൂടുന്നത് കാണാം. ലെഫ്റ്റ് ടു റൈറ്റ് ഈ വാല്യൂ എന്ത് ചെയ്യുന്ന അറിയോ, ഇൻക്രീസ് ചെയ്യും. അതായത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, അതിൻ്റെ നെഗറ്റീവ് വാല്യൂ ആക്ച്വലി എന്താ ചെയ്യുക, ഡിക്രീസ് ചെയ്യുക. അതായത് ആദ്യത്തെ ആൾ -2 ആണെങ്കിൽ അടുത്ത ആൾ ചിലപ്പോൾ -1 ആവും. അപ്പോൾ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ -2 -1 കൂടി പോവാണ്. പക്ഷേ നെഗറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് കുറഞ്ഞു വരിക. കാരണം -2ഉം -1ഉം നമ്മൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് സയൻസ് ഉൾപ്പെടെയാണെങ്കിൽ ഏതാണ് ഈ പറയുന്ന നെഗറ്റീവ് സൈൻ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ ആൻസർ നിങ്ങൾ പറയേണ്ടത്. ആൻഡ് അയണിൻ്റെയും കൊബാൾട്ടിൻ്റെയും നിക്കലിൻ്റെ ഒക്കെ വാല്യൂ നമുക്കറിയാം. ടൈറ്റാനിയത്തിൻ്റെ വാല്യൂ ഈസ് അബൌട്ട് 1.18 ആണ്. വനേഡിയം വരുന്നത്, ക്രോമിയം -0.9 ആണ്. ആൻഡ് മാംഗനീസിൻ്റെ വാല്യൂ അഗെയിൻ -1.18, അയണിൻ്റെ വാല്യൂ -0.44 വരും. ആൻഡ് കൊബാൾട്ടിൻ്റെ വാല്യൂ -0.28 ആണ്. നിക്കലിൻ്റെ വാല്യൂ -0.25 ആണ്. കോപ്പറിൻ്റെ വാല്യൂ +0.34 ആണ്. സിങ്കിൻ്റെ വാല്യൂ ഇറ്റ്സ് അബൌട്ട് -0.77. ഇവിടെ എഴുതാൻ സ്ഥലമില്ല, ഓക്കെ ഉള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഈ വാല്യൂസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ടൈറ്റാനിയം ഇല്ല, ടൈറ്റാനിയം ഈ ഗ്രൂപ്പിലില്ല. ആരൊക്കെ ഉള്ളത്, ക്രോമിയം ഉണ്ട്. ആൻഡ് വനേഡിയം ഇല്ലല്ലോ, ഇല്ല. ക്രോമിയം ഉണ്ട്, മാംഗനീസ് ഉണ്ട്,
അയൺ ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്, ഇത്ര ആൾക്കാരാണ് ഉള്ളത്. ദെൻ ഈ വാല്യൂസിൽ നിങ്ങൾ ഒന്നുമില്ല, നമുക്കറിയാം ലെഫ്റ്റ് ടു റൈറ്റ് വാല്യൂസ് കൂടുകയാണ്, അതായത് നെഗറ്റീവ് വാല്യൂസ് എന്ത് ചെയ്യാണ്, കുറയാണ്, നമുക്ക് എന്ത് ചെയ്യാം പറയാം. കാരണം ഇത് 0.9 ആണെങ്കിൽ ഇത് 0.44 ആണ്, ഇത് 0.28 ആണ്. മാംഗനീസിൻ്റെ വാല്യൂ ഒരു എക്സെപ്ഷൻ ഉണ്ട്, കാരണം മാംഗനീസിൻ്റെ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മാംഗനീസ് 2+ അഥവാ D5 ആണ് കോൺഫിഗറേഷൻ വരിക. ദിസ് മാംഗനീസ് 2+ ഈസ് എക്സെപ്ഷണലി സ്റ്റേബിൾ ആണ്. സോ അപ്പോൾ D5 കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അവന് റിഡക്ഷൻ ടെൻഡൻസി ഭയങ്കര എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ റിഡക്ഷൻ ടെൻഡൻസി കുറവാണെങ്കിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, കുറവായിരിക്കും. സോ ഞാൻ പറഞ്ഞു നെഗറ്റീവ് വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ താഴോട്ട് പോവുക. ദെൻ അത് ഒരു എക്സെപ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് വാല്യൂസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആൻസറിൽ ആദ്യം ആരാ വരിക, മാംഗനീസ്, പിന്നെ ആരാ വരിക, പിന്നെ ക്രോമിയം, പിന്നെ ആരാ വരിക, പിന്നെ അയൺ, പിന്നെ ആരാ വരിക, കൊബാൾട്ട്. ഓക്കെ, ദെൻ ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. സോ ദിസ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, സാറേ നെഗറ്റീവ് വാല്യൂസ് കൺസിഡർ ചെയ്യാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്ഷനേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. കാരണം നെഗറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ആർക്കല്ല, മാംഗനീസിനല്ല. മാംഗനീസിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവാണ്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ ശരിക്കും കൊബാൾട്ടിനാണ്. പക്ഷേ കൊബാൾട്ട് ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന ഒരു ആൻസറും ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഓർഡർ അല്ല ചോദിച്ചിട്ടുള്ളത്, വിത്ത് നെഗറ്റീവ് സൈന് നിങ്ങൾ ചോദിക്കുക. അതായത് നെഗറ്റീവ് സൈൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുക. അപ്പോൾ 1.18, ദെൻ 0.9, then 0.44, then 0.28. Okay, then option A is the right answer. Okay അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ്. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതാണ്? നമുക്കറിയാം അമീൻസിൻ്റെ പ്രിപ്പറേഷനാണ്, അതും പ്രൈമറി അമീൻസ് മാത്രം. ഓൺലി പ്രൈമറി അമീൻസ് ആർ സിന്തസൈസ്ഡ് ബൈ ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. ഓക്കെ, അതായത് ആർ എക്സിലേക്ക് ഗബ്രിയേൽ റിയേജൻ്റ് എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് COO റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിനെ ഗബ്രിയേൽ റിയേജൻ്റ് എന്നതിനെ പറയാം, ഗബ്രിയേൽ റിയേജൻ്റ്. ഓക്കെ, നമുക്കിതിനെ പൊട്ടാസ്യം താലിമൈഡ് എന്നാണ് വിളിക്കുക, പൊട്ടാസ്യം താലിമൈഡ്. ഓക്കെ, ഇതിൽ ഇത്രയും പാർട്ടുണ്ടല്ലോ, ഈ പാർട്ട് അതാണ് ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക്, ന്യൂക്ലിയോഫൈൽ ആവാം. ദിസ് ന്യൂക്ലിയോഫൈൽ അറ്റാക്സ് ദ കാർബൺ ആൻഡ് നെക്സ്റ്റ് ലെഫ്റ്റ്. റിയാക്ഷൻ അതാണ്. നമുക്ക് എന്ത് കിട്ടും, ഒരു ഇതിൻ്റെ തന്നെ CONR എന്ന് കിട്ടും. ഇവിടെ C ഉണ്ട്, അതിലേക്ക് നമ്മൾ H+, അല്ലെങ്കിൽ OH- ആസിഡോ അല്ലെങ്കിൽ ബേസോ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, RNH2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, RNH2 ആയിട്ട് എന്ത് ചെയ്യും, ഇത് മുറിഞ്ഞ് ഇങ്ങനെ കിട്ടുകയാണ് ചെയ്യുക, RNH2. പ്രൈമറി അമീൻസ് മാത്രമേ കിട്ടുള്ളൂ. അതും തന്നെ എന്ത് അമീനെ കിട്ടുന്നറിയോ, നമ്മൾ SN2 മെക്കാനിക്സ് ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ട പോയിന്റ് അതാണ്. ദിസ് ഈസ് SN2, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണത്. ദിസ് റിയാക്ഷൻ ഫോളോസ് SN2 മെക്കാനിസം. അപ്പോൾ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടല്ലോ ഇവിടെ, ഇതാണ് സബ്സ്ട്രേറ്റ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് ഇത് പ്രൈമറി ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, റിയാക്ഷൻ നടക്കുക. ഇത് ടെർഷ്യറി ഒന്നും നടക്കില്ല. അപ്പോൾ ടെർഷ്യറി ആയിട്ടുള്ള ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊരു NH2 അല്ലേ, ഇത് പ്രൈമറി അമീൻ തന്നെയാണ്, പക്ഷേ ഇതെന്താണ്, ഇത് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാക്കേണ്ട പ്രൈമറി അമീനാണ്. അതുകൊണ്ട് അങ്ങനത്തെ ടൈപ്പൊന്നും റിയാക്ഷൻ ഇവിടെ എന്ത് ചെയ്യില്ല, നടക്കില്ല. അതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇവിടെ ഒരു എക്സ്, ഒരു ക്ലോറോ ബെൻസീനൊക്കെ വെച്ച് നമുക്ക് അനിലുണ്ടാക്കാൻ പറ്റുമോ? അനിലുണ്ടാക്കാൻ പറ്റില്ല. കാരണം ഏതെല്ലാം കോമ്പൗണ്ട്സ് ആണ്, ഏതെല്ലാം ആൽക്കൈൽ ഹാലൈഡ് ആണോ SN2 റിയാക്ഷൻ നടക്കണേ, അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ നടക്കുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിവേ റിസൾട്ട് എപ്പോഴും പ്രൈമറി അമീൻ തന്നെയായിരിക്കും. അത് അലിഫാറ്റിക് പ്രൈമറി അമീൻ ആയിരിക്കും നടക്കുക. ഈ അനിലിനെ പോലെയുള്ള കേസുകൾ ഇവിടെ പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 വരാം. ക്വസ്റ്റ്യൻ നമ്പർ 10 ചോദിക്കുന്നത് പിന്നെ ഒരു കൺഫർമേഷൻ ഐസോമറിസിലെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ കേസ് ഓഫ് CH3 CH2 CH2 CH3 molecules there is free rotation about C2 CH3 sigma bond. After rotation by what angle is the most stable form repeated എന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ 10. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ കോമ്പൗണ്ട് എടുക്കുക, ഇത് N-ബ്യൂട്ടൈൻ ആണ്. N-ബ്യൂട്ടൈൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. N-ബ്യൂട്ടൈൻ എന്ത് കാണിക്കും, CH3 CH2 CH2 CH3 ആണ്. അതിന് കൺഫർമേഷൻ നമുക്ക് പറയാൻ പറ്റും. കൺഫർമേഷൻ റൊട്ടേഷനാണ്. റൊട്ടേഷൻ കാർബൺ സിംഗിൾ ബോണ്ട് ഇടയിൽ റൊട്ടേഷൻ അല്ലേ കൺഫർമേഷൻ.
അപ്പോൾ കൺഫർമേഷൻ ഉദ്ദേശിക്കുന്ന റൊട്ടേഷൻ കാണുമ്പോൾ നമുക്ക് 3 ഡയമെൻഷനിൽ നമുക്ക് വ്യത്യസ്തമായി ഇത് കിട്ടുന്നതുകൊണ്ട് നമ്മൾ അതിനെന്തെയും കൺഫർമേഷൻ ഐസോമർ എന്ന് പറയാം. അപ്പോൾ C2 C3 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനിടയിൽ എന്തുണ്ട്, ഈ കാർബണിൻ്റെ ഇടയിൽ ഇതാണ് 1 2 3 4 എന്ന് പറഞ്ഞാൽ ഈ 2 കാർബണിൻ്റെ ഇടയിൽ, അതായത് 2 3 കാർബണിൻ്റെ ഇടയിൽ എന്തുണ്ട്, റൊട്ടേഷൻ കാണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ വ്യൂ ചെയ്യുന്നു. അങ്ങനെ വ്യൂ ചെയ്യുമ്പോൾ അത് ഏറ്റവും സ്റ്റേബിളായി നിൽക്കുന്ന കൺഫർമേഷൻ ആരായിരിക്കും എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്. അതിൽ ഏറ്റവും സ്റ്റേബിളായി നിൽക്കുന്ന കേസ് ഏതായിരിക്കും എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ കിട്ടുന്ന കേസായിരിക്കും. ഓക്കെ, നമുക്കിവിടെ CH3 ഉണ്ടാകും, ഇവിടെ H, ഇവിടെ H. ഓക്കെ, ഇവിടെ നേരെ CH3 ഉണ്ടാകും, ഇവിടെ H ഉണ്ടാകും, ഇവിടെ H ഉണ്ടാകും അല്ലേ. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റി കൺഫോർമർ. ആൻറ്റി കൺഫോർമർ എന്നാണ് ഇതിനെ പറയാം. ആൻറ്റി കൺഫോർമർ എന്ന് പറയാൻ പറ്റും. ആൻറ്റി കൺഫോർമറാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ ഇത് ഈ 2 CH3 ഗ്രൂപ്പിൻ്റെ ബൾക്കിനെസ് ഏറ്റവും മാക്സിമം ആ ബൾക്കി ഗ്രൂപ്പുകൾ തമ്മിൽ അകലത്തിലാണ്. അപ്പോൾ സ്റ്റെറിക് റിപ്പൾഷൻ പരമാവധി കുറക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് സ്റ്റാഗേർഡ് കൺഫോർമറാണ് അല്ലേ. ഇതിങ്ങനെ ഇൻവേർട്ട് വൈയും അപ്പുറത്ത് വൈയും ടൈപ്പ് അല്ലേ. അപ്പോൾ ഇത് സ്റ്റാഗേർഡാണ്. എക്ലിപ്സിനേക്കാൾ എപ്പോഴും സ്റ്റാഗേർഡ് ആയിരിക്കുമല്ലോ. സ്റ്റാഗേർഡും ആണ്, പ്ലസ് എന്തുമാണ് ഈ കൺഫർമേഷൻ എന്തുകൂടിയാണ്, സ്റ്റെറിക് ഹിൻഡൻസ് അല്ലെങ്കിൽ സ്റ്റെറിക് ഫാക്ടർ വളരെ കുറവാണ്. സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആരാണ്, ആൻറ്റിഫോം ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഗോഷ് കൺഫർമർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിനുശേഷം പാർഷ്യലി എക്ലിപ്സും പിന്നെ ഫുള്ളി എക്ലിപ്സ്ഡ് ആയിട്ടുള്ള കൺഫർമർ. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഓർഡർ. പാർഷ്യലി എക്ലിപ്സും പിന്നെ ഫുള്ളി എക്ലിപ്സും. ഓക്കെ, അതിൽ തന്നെ ഇതാണ് സംഭവം. ഇനി ഇതിനെ നമുക്ക് തിരിച്ച് ഇതേപോലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത് തിരിച്ചെന്ത് ചെയ്യണം, ഇങ്ങനെ വന്ന് അവസാനം ഇത് വീണ്ടും ഇവിടെ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുക അല്ലേ, നമ്മൾ എന്ത് ചെയ്യും, ഇത് റൊട്ടേഷൻ നടത്താണ്, ഇത് റൊട്ടേഷൻ നടക്കും, ഇതിന് റൊട്ടേഷൻ നടക്കുന്നുണ്ട്. ഇത് വീണ്ടും ഇവിടെ തിരിച്ചെത്തുമ്പോൾ മാത്രമേ, അല്ല ഇത് ഇപ്പുറത്തേക്ക് പോയാലേ പറ്റൂല, ഇപ്പുറത്ത് പറ്റില്ല, അവിടെയൊക്കെ CH3 പോകാൻ പറ്റും. പക്ഷേ ഇത് തിരിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ആൻറ്റി കൺഫോമർ. നിങ്ങൾ ജസ്റ്റ് നോക്കുക, ആദ്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന മുമ്പ് നിങ്ങൾ നോർമൽ ബ്യൂട്ടൈൻ്റെ കൺഫർമേഷൻസിലെല്ലാ സ്ട്രക്ചറും നോക്കുക. അപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ആദ്യം ഫുള്ളി എക്ലിപ്സ്, പിന്നെ ഗോഷ് കൺഫോമർ, പിന്നെ പാർഷ്യൽ എക്ലിപ്സ്, പിന്നെ ആൻറ്റിഫോം, അങ്ങനെ അത് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഒരു ആൻറ്റിഫോം വീണ്ടും ഒരു ആൻറ്റിഫോം ആയി മാറണമെങ്കിൽ യു ഹാവ് ടു റൊട്ടേറ്റ് 360 ഡിഗ്രി എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ അതേ പറ്റുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ളൊക്കെ ഇതിൻ്റെ ഇനി ഇവിടെ നിങ്ങൾ 60 റൊട്ടേറ്റ് ചെയ്താൽ 120 ഒക്കെ അതിൽ മറ്റു കൺഫർമേഷനേ വരുള്ളൂ. ഒരിക്കലും എന്ത് വരില്ല, ആൻറ്റിയിലേക്ക് തിരിച്ചതെങ്കിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്രയും ഡിഗ്രി തിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ D ആയിരിക്കും എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 11 ചോദിക്കുന്നത് ഫീനോൾ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ടൊളുവിൻ ടുവാർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. SC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 1 അതാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞത് OH ഗ്രൂപ്പ് ഷോസ് +R ആൻഡ് +I ബോത്ത് എഫക്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും നോക്കാം. ആദ്യം ഫസ്റ്റത്തെ ടൈപ്പ് എന്താ വെച്ചാൽ ഫീനോള് മോർ റിയാക്റ്റീവ് ആണ് അല്ലേ, ആരെക്കാളും, ടൊളുവിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ് ആർക്ക്, ഫിനോളിന്, ഇൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ ഈ ഇലക്ട്രോഫൈൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഓർത്തയിലും പാരയിലൊക്കെ വരുന്ന കേസാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോൺ ഡെഫിഷ്യൻ സ്പീഷ്യസ് ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ OH ഉണ്ട്, CH3 ഉണ്ട്, CH3 ഉണ്ട്. ഓക്കെ, OH ഗ്രൂപ്പ് ഇതിൻ്റെ ഇത് കറക്റ്റാണ്, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു സംശയം വേണ്ട, അതെന്താണ് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ OH ഇല്ലേ, ഓക്സിജൻ എന്തുണ്ട്, ഓക്സിജൻ ഇങ്ങനെ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, ഇങ്ങോട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, നമുക്കറിയുന്ന പോലെ ഇവിടെ എന്തുണ്ടാകും, ഈ കോമ്പൗണ്ടിൽ റെസൊണൻസ്, ഇത് വെച്ചിട്ട് റെസൊണൻസ് എന്ത് ചെയ്യും, ഉണ്ടാകും. ആ റെസൊണൻസ് വഴി എന്ത് ചെയ്യും, ഇതിങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ പിന്നെ മൈനസ് ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അത് ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഇത് പിന്നെ ഇവിടുന്ന് മൈനസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. അതിങ്ങനെ കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഈ റിങ്ങിലേക്ക് ഇറങ്ങി വരുന്നു. ആര്, ഈ ലോൺ പെർ ഇലക്ട്രോൺ. അപ്പോൾ റിച്ച് റിങ്, ഇലക്ട്രോൺ റിച്ച് റിങ് ആക്കി മാറ്റുന്നു. അപ്പോൾ എന്താ പറയുക, ശരിക്കും ദർ ഈസ് +R എഫക്റ്റ് എന്ന് പറഞ്ഞ പേരാണ് +R എഫക്റ്റ്. +R എഫക്റ്റ് ആർക്കുണ്ട്, ഈ പറയുന്ന OH ഗ്രൂപ്പിന് +R എഫക്റ്റ് കാണിക്കുന്നുണ്ട്. എന്നാൽ CH3 ഗ്രൂപ്പ് കാണിക്കുന്നത് എന്താണ്, CH3 ഗ്രൂപ്പ് കാണിക്കുന്നത് +R എഫക്റ്റ് അല്ലല്ലോ, +R എഫക്റ്റ് അല്ല. CH3 ഗ്രൂപ്പ് 2 എഫക്റ്റ് കാണിക്കുന്നുണ്ട്. ഒന്ന് ഇതിന് എന്തുണ്ടായിരിക്കും, ഒരു +I എഫക്റ്റ് ഉണ്ടായിരിക്കും.
രണ്ടാമത്തെ എന്താണ്, ഇതിന് ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ടായിരിക്കും അല്ലേ. 3 H ഉണ്ട്, ഇവിടെ സി, എച്ച് എച്ച് എച്ച്, ഈ ഒരു എച്ച് എന്ത് ചെയ്യുക, ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഡബിൾ ബോണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. ഈ 3 H എന്താണ്, ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് ഹൈഡ്രജൻസ് ആണ്. ഡബിൾ ബോണ്ടിന് തൊട്ടപ്പുറത്തുള്ള കാർബൺ, അത് ആൽഫ കാർബൺ എന്ന് വേണമെങ്കിൽ പറയാം. ആൽഫ കാർബണുള്ള ഹൈഡ്രജന് sp3 ആണെങ്കിൽ ഇത് എന്ത് കാണിക്കും, അത് പിന്നെ പ്ലസ് ഹൈപ്പർ കോഞ്ചുഗേഷൻ കാണിക്കും. അപ്പോൾ ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് ഹൈഡ്രജൻസ് ആണ് ഇത് 3. പക്ഷെ നമുക്കറിയാം പ്ലസ് ഐയും ഹൈപ്പർ കോഞ്ചുഗേഷനൊക്കെ ഏറ്റവും സ്ട്രോങ്ങർ എഫക്റ്റ് ആരാണ്, പ്ലസ് ആറാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൂടുതൽ ഇലക്ട്രോൺ റിച്ച് റിംഗ് ആക്കി മാറ്റുകയും ഇത് മോർ റിയാക്റ്റീവ് ആക്കുകയും ചെയ്യും. ആ റിംഗ് എത്രമാത്രം ഇലക്ട്രോൺ റിച്ച് ആണോ അത്രയും എന്തായിരിക്കും റിയാക്ടിവിറ്റി കൂടിയെന്നാണ്. അഗ്രി? ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. പ്ലസ് ആർ എഫക്റ്റ് ഉള്ളത് കൊണ്ട് ഇതാണ് സംഗതി. ഇനി അത് ഓക്കെ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞാൽ എന്താ പറയുക, OH ഗ്രൂപ്പ് ഷോസ് പ്ലസ് ആർ പ്ലസ് ഐ ബോത്ത് എഫക്റ്റ് എന്നാണ്. OH ഗ്രൂപ്പിന് പ്ലസ് ആർ എഫക്റ്റ് ഉണ്ട്, ശരിയാണ്. പ്ലസ് ആർ എഫക്റ്റ് OH ഗ്രൂപ്പിനുണ്ട്. പ്ലസ് ഐ എഫക്റ്റ് ഉണ്ടോ? ഇല്ല. പ്ലസ് ഐ എഫക്റ്റ് OH ഗ്രൂപ്പിനില്ല. OH ഗ്രൂപ്പിന് വേണമെങ്കിൽ മൈനസ് ഐ എഫക്റ്റ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഇങ്ങോട്ട് വലിക്കാനുള്ള ചെറിയൊരു കേസുണ്ട്. പക്ഷേ ഐ എഫക്റ്റും ആർ എഫക്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഐ എഫക്റ്റ് വളരെ കുറവാണ്. നമുക്കത് വളരെ കുറവാണെന്ന് പറയാം. നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് മൈനസ് ഐ എഫക്റ്റ് ഉണ്ടെന്ന് പറയാം. അല്ലാതെ പ്ലസ് ഐ എഫക്റ്റ് ഒരിക്കലും OH ഗ്രൂപ്പിനില്ല. ഓക്കെ, സോ എന്താണ് സംഭവം, പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദിസ് ഈസ് ഫോൾസ്. അപ്പോൾ ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ എടുക്കേണ്ട ആൻസർ. അഗ്രി? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12 വരാം. അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ പറയണത് ഗ്ലൂക്കോസ് ഡസ് നോട്ട് ഗീവ് 2,4-DNP ടെസ്റ്റ് എന്നാണ്. 2,4-DNP ടെസ്റ്റ്, അതായത് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കറിയാം ഗ്ലൂക്കോസ് ഒരു ആൾഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഈ ആൾഡിഹൈഡിൻ്റെ ഒരു വളരെ ഫേമസ് ആയ ടെസ്റ്റാണ് 2,4-DNP എന്നുള്ളത്. അപ്പോൾ C ഡബിൾ ബോണ്ട് O പ്ലസ് NH2 NH. ഓക്കെ, ഇതാണ് കോമ്പൗണ്ട്. ഇതിൻ്റെ 2ലും 4ലും NO2 ഗ്രൂപ്പ് വരുന്ന കേസ്. ഇതിൻ്റെ പേരാണ് 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ എന്നാണ്. അവർ തമ്മിൽ എന്ത് ചെയ്യും, ഈ ഓയും H2 തമ്മിൽ പോയിട്ട് ഇവിടെ എന്തുണ്ടാവും, ഇവിടെ ഇങ്ങനെ C ഡബിൾ ബോണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് എക്സിസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ C ഡബിൾ ബോണ്ട് N എന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും, ഹൈഡ്രസോൺ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഹൈഡ്രസോൺ. ആ 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ ടു 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ ആയിട്ട് ഇതിനെ ബോസ് റിയേജ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രാഡീസ് റിയേജ് എന്നൊക്കെ ഇതിന് പറയാറുണ്ട്, റിയേജൻറ്റിന്. അത് വളരെ ഫേമസ് ആയൊരു ടെസ്റ്റാണ്. ആരുടെ ടെസ്റ്റാണ്? ആൾഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസിൽ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഗ്ലൂക്കോസിൽ ശരിക്കും ഗ്ലൂക്കോസ് നൽകണം എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ റിയാലിറ്റിയിൽ ഗ്ലൂക്കോസ് ഡസ് നോട്ട് ഗീവ് 2,4-DNP ടെസ്റ്റ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നൽകുന്നില്ല എന്ന് ശരിയാണ്. അത് എന്താ റീസൺ അറിയോ? ഗ്ലൂക്കോസ് എക്സിസ്റ്റ് ഇൻ സൈക്ലിക് ഹെമി അസിറ്റൽ ഫോം എന്നാണ്. ഓക്കെ, അതും കറക്റ്റാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, നൽകാത്തത്. ഗ്ലൂക്കോസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എന്തില്ല, CH ഗ്രൂപ്പ് ഫ്രീ ആയി നിൽക്കുന്നില്ല. ഗ്ലൂക്കോസ് ശരിക്കും അതിൻ്റെ ഹെമി അസെറ്റാൾ ഫോമിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, അപ്പോൾ ആൻസർ ശരിക്കും എന്താ പറയേണ്ടത്, ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 12 അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ തന്നിരിക്കുന്നത് കറക്റ്റാണ്. ഈ ആൻസർ എങ്ങനെ കിട്ടിയെന്ന് കൂടെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയുണ്ടാകും, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വിശദീകരിക്കാം. എന്താണ് ഹെമി അസെറ്റൽ ഫോർമേഷൻ? നമ്മൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ നിങ്ങൾ മിക്കവാറും ഓപ്പൺ ചെയിൻ ഗ്ലൂക്കോസ് ആയിരിക്കും നിങ്ങൾ മനസ്സിലേക്ക് വരിക. എന്ന് പറഞ്ഞാൽ ഇവിടെ C ഡബിൾ ബോണ്ട് O H അല്ലേ, പിന്നെ ഇവിടെ എന്തുണ്ട് H OH OH H H OH H OH CH2OH. ഇതാണ് ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലൂക്കോസ് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്, CH ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ശരിക്കും ഇത് ഹെമി അസെറ്റൽ ഫോം കാണിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ഗ്ലൂക്കോസിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ OH ഓക്സിജൻ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും, ഇത് ഇങ്ങനെ ഷിഫ്റ്റ് ആവുകയും ഈ O- ആവുകയും ആ O- H+ എടുക്കുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് എന്തുണ്ടാകും, നമുക്ക് ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസും ഉണ്ടാകും. എന്താണ് ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസും? നമുക്കറിയാം ഇതിനകത്ത് ഇവിടെ എന്തുണ്ട്, C, ഇവിടെ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഇവിടെ C, ആ സിയിൽ അല്ലേ ഇവിടെ എന്തുണ്ടാകും, ഇത് OH ആയിട്ട് മാറി. ആ OHലെ H ഏതാണെന്നറിയോ, ഇവിടുത്തെ H ആണ്. ഇവിടുത്തെ H ആണ് ആ 5th കാർബണിലെ H ആണ്. 5th കാർബൺ എന്ന് പറഞ്ഞാൽ ഇത് കാർബൺ നമ്പർ 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. 5th കാർബണിലെ H ആണത്. ഓക്കെ, പിന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, ഇവിടെ H ഉണ്ട്, പിന്നെ ഇവിടെ HOH
OHH HOH, ഇവിടെ H, ഇവിടെ CH2OH, പിന്നെ എന്തുണ്ട്, പുതിയൊരു ബോണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് ഓക്സിജനാണ്. അത് ഏത് ഓക്സിജനാണ്? ആ 5th ഓക്സിജനാണ്. ഇത് 1, ഇത് 2, 3, 4, 5, 6. ഓക്കെ. അപ്പോൾ ഒരു ആൽഡിഹൈഡും ഒരു പിന്നെ ഇത് മാത്രമല്ല ഉണ്ടാവും കേട്ടോ. ഇത് ആൽഫ, ദിസ് ഈസ് കോൾഡ് ആൽഫ. നിങ്ങൾക്കറിയാലോ, ഇത് ആൽഫ ഗ്ലൂക്കോസ്, ഇത് ഓപ്പൺ ചെയിൻ ഗ്ലൂക്കോസ്. ഇതേപോലെ ഇതിനുണ്ടാവും ബീറ്റ ഗ്ലൂക്കോസ് ഉണ്ടാവും. ബീറ്റ ഗ്ലൂക്കോസ് പറഞ്ഞാൽ ഇത് മാത്രം വ്യത്യാസം. ഈ OH ഇവിടെ വരിക, ഇവിടെ H വരുന്ന കേസിൽ ബീറ്റ ഗ്ലൂക്കോസിൻ്റെ കൂടെ ഉണ്ടാവും. എഴുതുന്നില്ല, ബീറ്റ ഗ്ലൂക്കോസ് അതുണ്ടാവും, ബീറ്റ ഗ്ലൂക്കോസ്. ഓക്കെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇപ്പോൾ ആൽഫ ഗ്ലൂക്കോസ് എടുത്താൽ ഇതിൽ എന്തില്ല, CH ഗ്രൂപ്പ് ഫ്രീ ഇല്ല. ഉണ്ടോ? ഇല്ല. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ COH ആണ്. അപ്പോൾ ഇത് ശരിക്കും ഇത് ഹെമി അസറ്റാൾ ഫോം എന്നതിനെ പറയാം. ഒരു ആൽക്കഹോളും ഒരു ആൽഡിഹൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഹെമി അസറ്റാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷം പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഹെമി അസറ്റാളിൻ്റെ ഫോം നമ്മൾ ആൽഡിഹൈഡ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ RC ഡബിൾ ബോണ്ട് OH നമ്മൾ ഒരു R-OH റിയാക്ട് ചെയ്താൽ RCOH റിയാക്ഷൻ നടക്കുന്നു. RCOH, ഇവിടെ H ഉണ്ട്, ഇവിടെ OR- ഉണ്ട്. ഏതാണ് ഈ OR-? R-O, അതാണ് OR-. പിന്നെ H ഇല്ല, ഇവിടുത്തെ H, ആ H ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ്, അതൊരു ആൽഡിഹൈഡ്. an aldehyde reacts with alcohol to form hemiacetal. ഇതാണ് ഹെമി അസിറ്റാൾ. ഈ ഹെമി അസിറ്റാൾ ഫോമാണ് ആക്ച്വലി ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസ് ഒക്കെ. അപ്പോൾ റിംഗ് സ്ട്രക്ചറിലേക്ക് പോകും. കാരണം ആ കോമ്പൗണ്ട് അകത്തു നിന്നാണ് ഒരു ഇൻറ്റേർണൽ ഹെമി അസിറ്റാൾ ആയതുകൊണ്ടാണ് ഗ്ലൂക്കോസിനകത്ത് എന്ത് സംഭവിക്കുന്നത്, അതിൻ്റെ പിന്നെ സൈക്ലിക് ഫോമിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവിടെ എന്തില്ല, അവിടെ നമുക്ക് എന്ത് കിട്ടൂല, അവിടെ C ഡബിൾ ബോണ്ടോ ഫ്രീ അല്ല, ആണോ? ഇത് ഇവിടെ CHO ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഈ ബീറ്റയിലും CHO ഗ്രൂപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, 2,4-DNP റിയാക്ഷൻ കാണിക്കാത്തത്. സത്യത്തിൽ ഗ്ലൂക്കോസ് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ ആദ്യം നമ്മൾ വരച്ച് കിട്ടിയതൊക്കെ എങ്ങനെയായിരുന്നു, ഓപ്പൺ ചെയിൻ ആയിരുന്നു. പിന്നീട് മനസ്സിലായത് പല റിയാക്ഷൻസും CHO കാണിക്കേണ്ട പല റിയാക്ഷൻസും ഗ്ലൂക്കോസ് നൽകുന്നില്ല. അതിൽപ്പെട്ട റിയാക്ഷൻ ആയിരുന്നു 2,4-DNP ഉള്ള റിയാക്ഷൻ. അങ്ങനെയാണ് ഗ്ലൂക്കോസ് അതിൻ്റെ മറ്റേ രണ്ടാമത്തെ സ്ട്രക്ചർ, അതായത് ഓപ്പൺ ചെയ്യുന്ന സൈക്ലിക് സ്ട്രക്ചർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതൊക്കെ അങ്ങനെയാണ്. പിന്നെ ക്രിസ്റ്റലിൻ ഫോംസിൽ 2 ടൈപ്പ് ക്രിസ്റ്റലിൻ ഫോംസ് ഗ്ലൂക്കോസിൽ ഉണ്ടായിരുന്നു, ആൽഫയും ബീറ്റയും. ഒക്കെ അതിനെ സഹായിക്കുകയാണ് ചെയ്തത്. റൈറ്റ്. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കല്ലേ. കൺസിഡർ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് ടെസ്റ്റ് Mn++HCl. ദെൻ നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ദെൻ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വാട്ടർ സോലുബിൾ ആണ്. ദ മെറ്റൽ അയോൺ വുഡ് ബി എന്നാണ് ചോദ്യം. നിങ്ങളുടെ ലബോറട്ടറി ആണ്. ഒന്നുകിൽ നമുക്ക് ലബോറട്ടറി കെമിസ്ട്രിയിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്രാക്ടിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ പുതിയ ചാപ്റ്റർ ഉണ്ട്. ദെൻ മുൻപ് ഉണ്ടായിരുന്നു, അത് നമുക്ക് ലാബിൽ നിന്നുള്ള ക്വസ്റ്റൻസ് മേ ബി എന്ത് ചെയ്യാൻ ചോദിക്കായിരുന്നു. അപ്പോൾ ലാബിൽ പഠിച്ച സംഭവമാണ്, വേറെ ഒന്നുമില്ല. ദെൻ ഒരുപാട് സാൾട്ട് ഉണ്ട്. ഏതൊക്കെയുണ്ട്? മെർക്കുറി 2+ ഉണ്ട്, അതേപോലെ തന്നെ സിൽവർ പ്ലസ് ഉണ്ട്, പിന്നെ ആരുണ്ട്? ലെഡ് 2+ ഉണ്ട്, ടിന്ന് 2+ ഉണ്ട്. ദെൻ ഈ സാൾട്ടിൽ ആരാണ്? ഒറ്റ ഇണ്ടേ ഉള്ളൂ. ആസിഡിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തരും. ദെൻ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രസിപ്പിറ്റേറ്റ് എന്താണ്? വാട്ടർ സോലുബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഒറ്റയടിക്ക് നമുക്കറിയാം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തരുന്നത്, അതായത് HCl ഇട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഉണ്ടാവുക MCl2 ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. എല്ലാവരും 2+ ആയതുകൊണ്ട്. ദെൻ അപ്പോൾ AgCl വാട്ടർ എന്താണ്? സോലുബിൾ അല്ല. ദെൻ HgCl2, SnCl2, AgCl വാട്ടർ സോലുബിൾ അല്ല, എന്താണ്? സ്പാരിഞ്ചലി സോലുബിൾ ആണ്. ദെൻ PbCl2 ആക്ച്വലി വാട്ടർ സോലുബിൾ ആണ്. ദെൻ PbCl2ക്ക് ചാൻസ് ഉണ്ട്. നമുക്ക് റിയാക്ഷൻ ഒന്ന് എഴുതി വെക്കാം. Pb2+ പ്ലസ് HCl നമുക്ക് എന്താ കിട്ടുക? PbCl2. ഇറ്റ്സ് PbCl2. ദെൻ ദിസ് PbCl2 വെയിറ്റ്. This PbCl2 is actually water soluble. ഇവൻ വാട്ടർ സോലുബിൾ ആണ്. ഇവനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടറിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ C is the right answer, Pb2+. ഓക്കെ, ഡയറക്റ്റ് ലാബാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്, അതിനൊരു C2Cl3OHO എന്ന് കൊടുത്തിട്ടുണ്ട്. റെഡ്യൂസസ് ഫില്ലിംഗ് സൊല്യൂഷൻ ആൻഡ് ഓക്സിഡേഷൻ ഗീവ്സ് ട്രൈക്ലോറോഅസറ്റിക് ആസിഡ്. ഓക്കെ, ദ കോമ്പൗണ്ട് ഈസ്, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2 തന്നിട്ടുള്ളത്. പിന്നെ ഫില്ലിംഗ് സൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ഫില്ലിംഗ് സൊല്യൂഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ടെന്ന് അല്ലേ? ഫില്ലിംഗ് സൊല്യൂഷൻ
എന്തെങ്കിലും റെഡ്യൂസിങ് ഏജൻ്റായിട്ട് മാറുന്നു എന്നാണ്. അതായത് ആ കോമ്പൗണ്ട് എന്താകും ഓക്സിഡൈസ് ചെയ്യപ്പെടും. ഓക്കെ, ഫെലിംഗ് സൊല്യൂഷനകത്ത് ആ കോമ്പൗണ്ടിന് സംഭവിക്കുന്ന ഓക്സിഡേഷൻ ആയിരിക്കും. എനിവേ, ഈ ഫെലിംഗ് സൊല്യൂഷൻ കാണിക്കുന്ന ടെസ്റ്റ് ആരൊക്കെയാണ് അറിയില്ല. ഫെലിംഗ് സൊല്യൂഷന് പിന്നെ അലിഫാറ്റിക് ആൾഡിഹൈഡ്സ് ആണ് ഫെലിംഗ് സൊല്യൂഷൻ പോസിറ്റീവ് റിസൾട്ട് നൽകുക. കീറ്റോൺ എന്ത് ചെയ്യില്ല, പോസിറ്റീവ് റിസൾട്ട് നൽകില്ല. ഓക്കെ, അതുപോലെ ക്ലോറോഫോം എടുത്ത് നോക്കുക. ഇതിന് ആൻസർ, ഒന്നാമത്തെ ആൻസർ ക്ലോറോഫോം പറ്റുമെന്നാണ്. ക്ലോറോഫോം പറ്റൂല, കാരണം ക്ലോറോഫോമിൽ എന്തല്ല, ആൾഡിഹൈഡ് അല്ല. ട്രൈക്ലോറോ അസറ്റോൺ അത് ആൾഡിഹൈഡ് അല്ല. ട്രൈക്ലോറോ ഈഥേൻ ഇതൊന്നും ആൾഡിഹൈഡ് അല്ല. നമുക്ക് വേണ്ടത് ആൾഡിഹൈഡ് ആണ്. ഓക്കെ, ക്ലോറാൽ, വാട്ട് ഈസ് ക്ലോറാൽ? ക്ലോറാൽ എന്ന് എന്താ അറിയോ? CCl3 CHOനെ പറയുന്ന പേരാണ് എന്ത്, ക്ലോറാൽ. CH3 CHO. ഓക്കെ, ഇതെന്ത് ചെയ്യും, ഇവിടെ CH ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പോൾ എന്ത് ചെയ്യും, ഫെലിംഗ് സൊല്യൂഷൻ പോസിറ്റീവ് റിസൾട്ട് നൽകും. ഫെലിംഗ് സൊല്യൂഷൻ പോസിറ്റീവ് റിസൾട്ട് നൽകും. ഇനി ഓൺ ഓക്സിഡേഷൻ ഗീവ്സ് ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. ഇതിന് ഓക്സിഡേഷൻ നടത്തി നോക്കും നിങ്ങൾ. ഓക്സിഡേഷൻ അപ്പോൾ എന്തായിരിക്കും, CCl3 C ഡബിൾ ബോണ്ട് OH, CHO ഗ്രൂപ്പ് എന്താവും, COH ആയിട്ട് മാറൂലേ, അതല്ലേ ഓക്സിഡേഷൻ. അതും സംഭവിക്കുന്നുണ്ട്, കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ക്ലോറാലാണ് അപ്പോൾ ആൻസർ കേട്ടോ. ഇതാണ് സംഭവം. ഇപ്പോൾ CL3 3 CL3 ഉണ്ട്, C2 2 C ഉണ്ട്, ഒരു OH പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് OH ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ക്ലോറാൽ എന്നായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. When sulfur in the form of SiO2 is heated at 900 Kelvin, the initial pressure of 1 atmosphere of SiO2 falls by 29%. അതായത് ഇനീഷ്യൽ പ്രഷർ 1 atm ആയിരുന്നു, അതിൽ 29% കുറഞ്ഞു ഇക്വിലിബ്രിയം, എന്നിട്ട് ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്തു. ദിസ് ഇസ് ബിക്കോസ് ദ കൺവേർഷൻ ഓഫ് സം SiO2 to S2. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദിസ് റിയാക്ഷൻ. ഓക്കെ, കെ ഇക്വിലിബ്രിയം കാണാനാണ്. ദെൻ ഓക്കെ വെയിറ്റ്, നമ്മൾ ആദ്യം റിയാക്ഷൻ എഴുതാൻ പോകുന്നത്. സപ്പോസ് ഇത് SiO2 ആണെന്ന് വിചാരിച്ചോ. ദെൻ SiO2 കൺവേർട്ട് ചെയ്ത് S2 ആവുന്നു. ദെൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ SiO2 വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു 4S2. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി ഇതിൻ്റെ പ്രഷർ എല്ലാം ഗ്യാസ് ആണ്, ഇത് 1 atm ആണെന്ന് വിചാരിച്ചോ. ദെൻ ഇത് 0. ഇനി ഇവിടുന്ന് 1 മൈനസ് ഒരു സെർട്ടൻ പ്രഷർ പോയി. ദെൻ ആ പ്രഷർ എന്ന് പറഞ്ഞാൽ 29% പോയത്, അപ്പോൾ 0.29 പോയി. ഓക്കെ 0.29 പോയി. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവുക, 4 × 0.29 ഉണ്ടാവും അല്ലേ, കാരണം ഒരു മോൾ ഗ്യാസ് ബിക്കംസ് 4 മോൾ ഗ്യാസ് ആവുകയാണ്. അപ്പോൾ 0.29 പ്രഷർ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ 4 × 0.29 ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ദെൻ വിച്ച് വിൽ ബി ഈക്വൽ ടു 0.71 is the right answer. Then ഇവിടെ 3 4 12, so 1.16 വരും, 1.16 വരും. Then equilibrium constant K equilibrium equal to concentration of product അഥവാ 1.16 raised to stoichiometric coefficient divided by 0.71. ഉറപ്പിച്ചോ, ഇത് 1-ൻ്റെയും 2-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1/4 1 തന്നെയാണ്. അപ്പോൾ 1-നേക്കാളും കുറച്ച് കൂടും. ദെൻ ഡിവൈഡഡ് ബൈ 0.71. അപ്പോൾ 1-നേക്കാളും കുറച്ച് കൂടുമെങ്കിൽ 0.71 എന്തായാലും ഇത് 1.16 അല്ല. ദെൻ 1.16-നേക്കാളും സ്ലൈറ്റ്ലി 1.16-നേക്കാളും ഇത് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതുമല്ല, ദെൻ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യുള്ളൂ, ഇതുമല്ല. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് കാണാം, 2.55 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ് നെക്സ്റ്റ്. 0.5 gram of an organic compound containing nitrogen on Geldal method ആണ്, ജെൽഡലൈസ് ചെയ്യുന്നുണ്ട്. require 29 ml of N/2 H2 sulfur for complete neutralization of NH3. The percent of nitrogen. Percentage nitrogen കാണാൻ വളരെ സിമ്പിളാണ് ജെൽഡാൽ മെത്തേഡിൽ. അല്ലെ നമ്മൾ ചെയ്യേണ്ടത് 1.4 into ഓക്കെ N into V divided by W എന്നാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. വാട്ട് ഈസ് N? എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി ഓഫ് ആസിഡ് ഫോർ ദ ന്യൂട്രലൈസേഷൻ ഓഫ് NH3. NH3യെ ന്യൂട്രലൈസ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ആസിഡിൻ്റെ നോർമാലിറ്റിയാണിത്. വാട്ട് ഈസ് V? വോളിയം ഓഫ് ആസിഡ്. ആസിഡിൻ്റെ വോളിയമാണ് V. വാട്ട് ഈസ് W? ദ ഗിവൺ മാസ് ഓഫ് ഗിവൺ ഓർഗാനിക് കോമ്പൗണ്ട്. അത് തന്നിട്ടുണ്ട് 0.5 ആണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1.4 into N എത്രയാണ്? N/5 തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 1/5 നോർമൽ
അല്ലെ 1/5 എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി എത്രയുള്ളത്? ഇനി വി, വാട്ട് ഈസ് വി തന്നിട്ടുണ്ട്. വി 29 ml, 29 ml. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡബ്ല്യു, വാട്ട് ഈസ് ഡബ്ല്യു? 0.5. ഓക്കെ, അപ്പോൾ ആൻസറിൽ 0.5 അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ? അങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ 1.4 ഇൻറ്റു 29 ഇൻറ്റു 2 അല്ലേ, ഡിവൈഡഡ് ബൈ 5 അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് ഒരു, ഞാനിങ്ങനെ ചെയ്ത് നോക്കട്ടെ, ഈ 29 5 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 6 ഉണ്ടാവും. 6 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 12 ഉണ്ടാവും. അപ്പോൾ 12 ഇൻറ്റു 1.4 ആണ് ഇപ്പോൾ ഏകദേശം വരിക, ഓൾമോസ്റ്റ്. അത് എത്ര വരിക? ഒരു 16 അല്ലേ? 16 പോയിൻറ്റ് സംതിങ് വരും, 16 സംതിങ് വരും അല്ലേ? 16.2 ഉണ്ട് ആൻസർ, ശരിയല്ലേ? ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി. Question number 17. Given below are two statements. Bromination of phenol in a solvent with low polarity such as CH-Cl3CS2 requires Lewis acid catalyst. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് പിന്നെ എന്താണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നുള്ളത്? ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് പോളറൈസസ് ദ ബ്രോമിൻ ടു ജനറേറ്റ് Br+ എന്നാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ് നമുക്ക് പറയാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 17. അപ്പോൾ നമുക്ക് പറയേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കോമണകത്ത് ശ്രദ്ധിക്കേണ്ട വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബ്രോമിനേഷൻ ഓഫ് ഫിനോൾ എങ്ങനെ സംഭവിക്കുന്നതാണ്. ബ്രോമിനേഷൻ ഓഫ് ഫിനോളിൽ OH, ഓക്കെ, ബ്രോമിനിലേക്ക് നിങ്ങൾ ഒരു സോൾവെൻ്റ് ആഡ് ചെയ്യുന്നു. ആ സോൾവെൻ്റ് പിന്നെ ലോ പോളാർ സോൾവെൻ്റ്, ഇപ്പോൾ CS2 കാർബൺ ഡൈസൾഫൈഡ്, ഇത് സോൾവെൻ്റ് കേട്ടോ, സോൾവെൻ്റ്, നോൺ പോളാർ സോൾവെൻ്റ്, എന്താ കിട്ടാന്നറിയോ? യു വിൽ ഗെറ്റ് OHൻ്റെ BR പാരയിലും വരും, അതേപോലെ ഓർത്തോയിലും വരും. പാരയിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക, മേജർ പാരയാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ്. ഓക്കെ, ഇത് ബ്രോമിനേഷൻ ഓഫ് ഫിനോൾ സോൾവെന്റ് വിത്ത് ലോ പൊളാരിറ്റി സച്ച് ആസ് CH റിക്വസ്റ്റ്. ഇവിടെ പറഞ്ഞത് ഇതിന് ഈ റിയാക്ഷൻ നടക്കും, ഈ റിയാക്ഷനെ കൂടെ നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു എന്താണ്, ഒരു FeBr3 പോലെയുള്ള ഒരു ലൂയിസ് ആസിഡ് ഇതിലേക്ക് ആഡ് ചെയ്യണം എന്നാണ് ഇവർ പറയണത്. അങ്ങനെ ആഡ് ചെയ്യേണ്ടതില്ല എന്നാണ് ആൻസർ. ഫസ്റ്റത്തെ കാര്യം, ആഡ് ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പോൾ അല്ലാതെ തന്നെ എന്ത് ചെയ്യും? ഈ റിയാക്ഷൻ ഇതില്ലാത്ത, ഇതിൻ്റെ പ്രസൻസ് ഇല്ലാത്ത എന്ത് റിയാക്ഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്നറിയോ? ഈ OH ഉണ്ടാക്കുന്നത് റിയാക്ഷനിൽ കാണാൻ പറ്റും. ഇതിൻ്റെ OH എന്നാണ് തുടങ്ങുന്നത് അല്ലേ? OH ഡബിൾ ബോണ്ട് ഇവിടെ Br. ഓക്കെ, OH നിന്ന് ഈ ലോൺ പെയർ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ ബോണ്ട് Br 2 കഷ്ണാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് Br+ ആക്കി മാറ്റുന്നു. Br+ ആണ് ഇവിടുത്തെ അല്ലേ? Br+ ആയി മാറുന്നു. ഈ രാശിയത്ത് ഇത് എന്താകുന്നു? ഇത് ബോണ്ട് ബ്രേക്ക് ചെയ്ത് Br- അല്ലെ, ഇത് Br എന്തായിരിക്കും? പ്ലസ് എന്ന് പറഞ്ഞാൽ Br+ ആര് വാങ്ങുന്നുണ്ട്? ഡബിൾ ബോണ്ട് വാങ്ങിയിട്ട് ഇതിനെ 2 കഷ്ണാക്കാൻ പറ്റും. Br+ - ആക്കിയിട്ട് ആ പ്ലസിന് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് വാങ്ങിയിട്ട് Br+ എന്നാക്കി ഇലക്ട്രോഫൈറ്റ് ആക്കാൻ പറ്റും. ഇത് പോസിബിളാണ്. അതുകൊണ്ട് നമുക്ക് FeBr3 പ്രസൻസ് ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ നേരെ മറിച്ച് നിങ്ങൾ ചെയ്യണത് ഇങ്ങനെ വിചാരിച്ചു. ഏതാണ്? നിങ്ങൾ ബെൻസീനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രോമിൻ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിർബന്ധമായി FeBr3 വേണം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ Br എന്ത് ചെയ്യില്ല, വെറുതെ കിട്ടൂല. ഇതെന്ത് ചെയ്യും? റിയാക്ഷൻ നടന്നിട്ട് Br+ FeBr4 മൈനസും എന്തെങ്കിലും കിട്ടും. അവിടുന്ന് എന്ത് ചെയ്യും? നിങ്ങൾക്ക് Br+ കിട്ടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ചുരുക്കം, ദിസ് ഈസ് റോങ്, ഫോൾസ്. സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കൂ. ദ ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് പോളറൈസസ് ദ ബ്രോമിൻ ടു ജനറേറ്റ് Br+. ഞാൻ പറഞ്ഞല്ലോ, ഇതെന്ത് ചെയ്യും? ഇവിടെ Br3 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് റിയാക്ഷൻ നടന്നിട്ട് എന്ത് കിട്ടും നമുക്ക്? ഇവിടുന്ന് Br+ FeBr4 മൈനസും കിട്ടും. അതെന്താ സത്യത്തിൽ? അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു പ്രശ്നവുമില്ല. ഓക്കെ,
അത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ആൻസർ വരിക. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ, ഇപ്പോൾ നിങ്ങൾ ടോട്ടൽ ഇപ്പോൾ സെക്കൻഡ് ഇയർ നിങ്ങൾ ഓർഗാനിക് പഠിക്കുമ്പോൾ ബെൻസീൻ, അതുപോലെ ടൊളുവിൻ പോലെയുള്ള കോമ്പൗണ്ടുകൾ, ഓക്കെ, അതേപോലെ നമുക്ക് ഇങ്ങനത്തെ കോമ്പൗണ്ട്സൊക്കെ, ഇങ്ങനത്തെ കോമ്പൗണ്ടിലൊക്കെ എന്ത് വേണം, നിങ്ങൾ ബ്രോമിനേഷൻ നടത്തുകയാണെങ്കിൽ എന്തിൻ്റെ ആരുടെ സഹായം വേണം? ഇവിടെയൊക്കെ നിങ്ങൾ ബ്രോമിനേഷൻ നടത്തുകയാണെങ്കിൽ ഇതാ നിങ്ങൾ ബ്രോമിനേഷൻ നടത്തുന്നു, ഇവിടെ നിങ്ങൾ ബ്രോമിനേഷൻ നടത്തുന്നു, നിങ്ങൾക്ക് FeBr3യുടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബ്രോമിനേഷൻ നടത്താൻ പറ്റുള്ളൂ. എന്നാൽ ഫീനോൾ, അതേപോലെ അനിലിൻ NH2, അതേപോലെ OCH3 അനിസോൾ പോലെയുള്ള വളരെ +R എഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകൾ, +R എഫക്റ്റ് വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ അല്ലേ, ആ ഗ്രൂപ്പുകളുടെ അത് ഹൈലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുള്ള കേസിൽ നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഇങ്ങോട്ട് ഇതേപോലെ റിയാക്ട് ചെയ്യുന്നത് BRനെ വെറും BR2 കൊടുത്താൽ മതി. അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, FeBr3യുടെ ആവശ്യമില്ല. അത് BR+ BR- ആയിട്ട് എന്ത് ചെയ്യും, അത് ഈ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും, പിന്നെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള BR+ എന്ന് പറഞ്ഞാൽ ബ്രോമോണിയം അയോൺ, എല്ലായിടത്തും ബ്രോമോണിയം അയോൺ BR+ ആണ് നമുക്ക് കിട്ടുക. ആ BR+ എന്ത് ചെയ്യും, കിട്ടുന്നുണ്ട്. ഏത് കേസിൽ? ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുള്ള കേസിൽ. ഇനി ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പുള്ള കേസിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും Cl അല്ലേ, അതേപോലെ കൊടുക്കേണ്ട ഒരു കാര്യമാണ് COOH, ബെൻസോയിക് ആസിഡിൻ്റെ ഒക്കെ ബ്രോമിനേഷൻ കൊടുത്തിട്ടുണ്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ. അവിടെയൊക്കെ എന്ത് വേണം, എഗെയിൻ നിങ്ങൾക്ക് എന്ത് വേണം, അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് വേണം, ആക്ടിവേഷൻ ഇല്ലാത്ത ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് വേണം, ബ്രോമിനേഷൻ നടത്തുകയാണെങ്കിൽ FeBr3യുടെ പ്രസൻസ് വേണം. ഓക്കെ, എന്നാൽ ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ആവശ്യമില്ല, വെറും BR2 കൊടുത്താൽ മതി. ഇവിടെ ഈ സ്ഥലങ്ങൾക്ക് BR2 കൊടുത്താൽ മതി. എന്തിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് FeBr3ൻ്റെ ആവശ്യമില്ല. അത് കാണാൻ പറ്റും. അതായത് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ അത് വളരെ ഹൈലി ആക്ടിവേറ്റിംഗ് അല്ല, അല്ലെങ്കിൽ എന്താണ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, ഇതുപോലത്തെ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, വലിക്കുന്ന ഗ്രൂപ്പ്, അവിടെയൊക്കെ നിങ്ങൾക്ക് FeBr3 കൊടുക്കണം, എന്നാലേ അത് BR+ ആയിട്ട് മാറുള്ളൂ. അതാണ് ഇതിൻ്റെ ചുരുക്കം. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. Among the following halogens are fluorine, chlorine, bromine and iodine which can undergo disproportionation reaction. എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഹാലജൻ 0 എന്ന്, ഇപ്പോൾ സപ്പോസ് ഒരു ഹാലജൻ 0 വിചാരിച്ചോ, അവൻ അതിൻ്റെ ഒരു കുറഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റിലോട്ട്, സപ്പോസ് അവൻ -1 പോയി, ദെൻ ഏതെങ്കിലും ഒരു ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്കും പോകുന്നു, അതായത് ഹാലജൻ അതിൻ്റെ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്കും പോകുന്നു. ആൻഡ് ഇവിടെ ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയഡിൻ ഉണ്ട്. ഫ്ലൂറിൻ ഒരിക്കലും ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കില്ല, കാരണം ഫ്ലൂറിൻ ആകെ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1, പിന്നെ ഫ്ലൂറിൻ ആകുമ്പോൾ 0 ആണ്. അപ്പോൾ 0 നിന്ന് -1 പോകാന്നല്ലാതെ അവൻ ഒരിക്കലും +1 പോകില്ല. അപ്പോൾ ഫ്ലൂറിൻ ഒരിക്കലും ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കില്ല. പിന്നെ ആരെ കാണിക്കാം, ക്ലോറിൻ കാണിക്കാം, ബ്രോമിൻ കാണിക്കാം, അയഡിൻ കാണിക്കാം. ബി ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം ക്ലോറിനും ബ്രോമിനും അയഡിനും സംബന്ധിച്ച് അവന്മാർ -1 കാണിക്കും, +1 കാണിക്കും, ദെൻ +3 കാണിക്കും, +5 കാണിക്കും, +7 കാണിക്കും. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ ആവാം, 0 എന്ന് ഇങ്ങോട്ടും ആവാം, 0 എന്ന് ഇങ്ങോട്ടും ആവാം. ഓക്കെ, ദെൻ ഇനി അടുത്തത്, ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് ദ കാൽക്കുലേറ്റഡ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് അമംഗ് ഓൾ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ് ഈസ് എന്നാണ് ചോദ്യം. ഓക്കെ, ദെൻ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഡി ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ വരും നോക്കടാ. മാക്സിമം ഡി ഓർബിറ്റലിൽ വരാൻ പറ്റുന്ന ഇലക്ട്രോൺ 1, 2, 3, 4, 5 ഇലക്ട്രോണാണ് വരിക. അപ്പോൾ μ = √n × n+2. n എത്രയാ, 5 അല്ലേ, അപ്പോൾ √5 × 5 + 2, അപ്പോൾ 5 7 35, √35, ദെൻ √36 6ആണ്. അപ്പോൾ 5.92 ഈസ് ദ റൈറ്റ് ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ 20 ആണ്. ഐഡൻറ്റിഫൈ A and B ഇൻ ദ ഫോളോയിങ് സീക്വൻസ്. തന്നിട്ടുണ്ട്, ഒരു ടൊളുവിൻ കൊടുത്തിട്ട് Cl2H ന്യൂ, എന്നിട്ട് ഹൈഡ്രോളിസ് നടത്തുന്നു, എന്നിട്ട് B കിട്ടും. ഓക്കെ, അത് CH3യെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 എണ്ണാക്കി മാറ്റാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾക്ക് CH2Cl എന്ന് പറയാം, ഒരു ക്ലോറിൻ മാത്രം റീപ്ലേസ് ചെയ്യുന്ന, ഒരു ഹൈഡ്രജൻ മാത്രം റീപ്ലേസ് ചെയ്യുന്ന കേസ് ചെയ്താൽ അല്ലേ, അങ്ങനെ ചാൻസ് ഉണ്ടല്ലോ. ഒന്ന് മാത്രം, അപ്പോൾ CH2Cl എന്നാണ് വരിക. വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, CH2Cl2 2 വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മാറ്റി CCl3 ആക്കാം. 3 ചാൻസ് ഉണ്ട്, 3 സത്യത്തിൽ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ പിന്നെ
അതിനുശേഷം റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഏതാണെന്നുള്ള നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതല്ല എന്തായാലും അല്ല, COCl ഉണ്ടാവില്ല, CHCl2 ഉണ്ടാകാം, CH2Cl ഉണ്ടാകാം, CHCl2 ഞാൻ പറഞ്ഞു ഇതുണ്ടാകാം. ഇതിന് മൂന്നിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാ ഉണ്ടായി എന്നുള്ളത് നമുക്ക് എന്തില്ല കൃത്യമായി ഇവിടെ പറയാൻ കഴിയുന്നില്ല. നമുക്ക് ഇത് ആണെങ്കിൽ ഈ 3 ഓപ്ഷൻ ഉണ്ടാകാം. പക്ഷെ അതിന് ശേഷം H2O കിട്ടിയിട്ട് B കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആ B എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം നോക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്, ഒന്നുകിൽ ഈ പറയുന്ന, അപ്പോൾ നമുക്ക് ഏതാ ഇല്ലാത്ത ഏതാണ്, ഇതെന്തായാലും ഇല്ല, ഇത് ഉറപ്പിച്ചല്ലോ. ഈ കോമ്പൗണ്ട് എന്തായാലും ഉണ്ടാവില്ല, ഇത് COCl എന്ന സംഭവം ഉണ്ടാവില്ല, അതുകൊണ്ട് അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വേണ്ട. ഇനി ബാക്കി മൂന്നാമത്തിൽ ഉള്ള കേസ് എന്ന് വെച്ചാൽ ഇതാ, പിന്നെ ഇതുണ്ടാകാം, ഇതുണ്ടാകാം, പിന്നെ എന്താണ് CO കേസ് ഇവിടെ എന്ത് COOH ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇവിടെ നമ്മൾ ഈ CHCl നിങ്ങളുടെ ഇതിനകത്ത് തന്നെ NCERT ഇത് വൃത്തിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, റിയാക്ഷൻ കിട്ടുന്നത് ആക്ച്വലി ഇതാണ് എന്ത് ചെയ്യുക കിട്ടുന്നത്. ഓക്കെ, ഇത് കിട്ടിയിട്ട് നമുക്ക് എന്തുണ്ടാവുമെന്നറിയോ, ഇവിടെ CHOH എന്നാകുന്നു. ഓക്കെ, H2O പാസ് ചെയ്ത് നമുക്കറിയാം 2 OH ഒരു കാർബൺ വെക്കുമ്പോൾ H2O പുറത്തേക്ക് പോകില്ലേ, പുറത്തേക്ക് പോകും. എന്നിട്ട് എന്തുണ്ടാവുക, ആ 2 സ്ഥലത്തും OH പുറത്ത് ബാക്കി ഉണ്ടാവുന്നതാണ് C ഡബിൾ ബോണ്ട് OH എന്നാകും, അതായത് CHO ഗ്രൂപ്പ്. അപ്പോൾ ആൻസർ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക ഓപ്ഷൻ അല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ 20യുടെ ഓപ്ഷൻ B എന്നുള്ളത് തന്നെയാണ് ആൻസർ കൊടുത്തിട്ടുണ്ടാവുക. CHO ഗ്രൂപ്പാണ് എന്ത് ചെയ്യുക ഇതിൽ കൊടുത്തിട്ടുള്ളത്, CHO ഗ്രൂപ്പ്. ഓക്കെ, ഇനി ഇതിനകത്ത് നിങ്ങൾ ഇവിടെ എക്സസ് Cl2 എക്സസ് എന്നൊക്കെ പറഞ്ഞു പോയാൽ മാത്രമാണ് ആക്ച്വലി എന്ത് ചെയ്യുക ഈ B ഇതെന്താണ്, ഇവിടെ 3 സ്ഥലത്തും Cl, ഇവിടെ Cl, പിന്നെ ഇവിടെ Cl, അങ്ങനെ ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നില്ല, 3 OH വന്നിട്ടൊക്കെ ഉള്ള കേസ് ആണെങ്കിൽ ഇവിടുന്ന് H2O പോകുന്നു. പക്ഷേ NCERT ഈ ടെക്സ്റ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ആൻസർ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണ്, ഇവിടെ CHO, അതായത് ബെൻസാൾഡിഹൈഡിൻ്റെ റിയാക്ഷൻ കൊടുത്തിട്ട്, ബെൻസാൾഡിഹൈഡായിട്ട് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും കിട്ടാൻ പോണില്ല, ഏതാണ് ഈ കോമ്പൗണ്ട് എന്തായാലും കിട്ടാൻ പോണില്ല. കാരണം CH2Cl ഒരു OH മാത്രം കിട്ടിയിട്ട് എന്ത് ചെയ്യില്ല, അത് CHO ആവില്ല. ഓക്കെ, ഇത് കിട്ടില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് കിട്ടുമോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ കൂടുതൽ എക്സസ് Cl2 എന്ന് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ഈ Cl2 എക്സസ് ആക്കി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക 3 Cl എന്നുള്ള ഒരു കൺസിഡറേഷൻ കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുക ഇതിലേക്ക് വരുന്നത്. അപ്പോൾ NCERT പ്രത്യേകം മെൻഷൻ ചെയ്തുകൊണ്ട് അതിൻ്റെ കൺഫ്യൂഷൻസ് ഇല്ല, നിങ്ങൾക്ക് ഓപ്ഷൻ എ ആണ്. ഇതെവിടെ നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ ആൾഡിഹൈഡ്സിൽ ബെൻസാൾഡിഹൈഡിൻ്റെ പ്രിപ്പറേഷനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്ത് കാണാൻ പറ്റും. അഗ്രി, റൈറ്റ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 0.63 gram of dibasic acid was dissolved in water. ഓക്കെ, ദെൻ 0.63 gram ഡൈബേസിക് ആസിഡിനെ ഞാൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്തു. ദ വോളിയം ഓഫ് ദ സൊല്യൂഷൻ വാസ് മെയ്ഡ് 100 ml. ഓക്കെ, ദെൻ അത് 100 ml വോളിയം ആയിരുന്നു ഉണ്ടായിരുന്നത്, ടോട്ടൽ സൊല്യൂഷൻ്റെ വോളിയം. ദെൻ 2 ml ഓഫ് ദിസ് ആസിഡ് സൊല്യൂഷൻ റിക്വയർഡ് 10 ml1/5 നോർമൽ NaOH സൊല്യൂഷൻ. ഓക്കെ, വാട്ട് ഇസ് ദ നോർമാലിറ്റി ഓഫ് ആസിഡ്? ഒന്നുമില്ലടാ, ഇതൊരു ആസിഡ്, ദെൻ ഇതെന്താണ് ഒരു ബേസ്, ഇവരെന്താക്കും, ഇവർ ന്യൂട്രൽ ആവും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, സോ ദ ഗ്രാം ഈക്വലൻസ് ഓഫ് ആസിഡ് ഈസ് ഈക്വൽ ടു ഗ്രാം ഈക്വലൻസ് ഓഫ് എന്താണ് ബേസ്, ഓർ നിങ്ങൾ ലാബിൽ പഠിക്കുന്ന റിയാക്ഷൻ തന്നെ, ഇക്വേഷൻ തന്നെ N1V1 = N2V2 ന്യൂട്രലൈസേഷൻ്റെ ഇക്വേഷൻ. ഇതാണ് ഗ്രാം ഈക്വലൻസ്. അതായത് നമുക്കറിയാം ഗ്രാം ഈക്വലൻസ് ഈക്വൽ ടു നോർമാലിറ്റി ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ. അപ്പോൾ നോർമാലിറ്റി ഈക്വൽ ടു നോർമാലിറ്റി ഈക്വൽ ടു ഗ്രാം ഈക്വലൻസ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ നമുക്ക് ഗ്രാം ഈക്വലൻസിന് നോർമാലിറ്റി ഇൻറ്റു വോളിയം, അതാണ് ഇക്വേഷൻ N1V1 = N2V2. ഞാൻ ഇവിടെ NaOHൻ്റെ കേസിൽ ബേസിൻ്റെ നോർമാലിറ്റി തന്നിട്ടുണ്ട്, ഇറ്റ്സ് 1/5. ബേസിൻ്റെ വോളിയം തന്നിട്ടുണ്ട് 10 ml. ദെൻ ആസിഡിൻ്റെ വോളിയം എത്രയാണ്, 2 ml ആണ്. ആസിഡിൻ്റെ നോർമാലിറ്റി ചോദിച്ചത്. ദെൻ ഇതൊക്കെ എന്താ, ഇതപ്പോൾ വെറും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനം നിങ്ങൾ ആദ്യം ആലോചിച്ചിരിക്കണം. ദെൻ അങ്ങനെയാണെങ്കിൽ N1 = ദെൻ വിച്ച് വിൽ ബി ഈക്വൽ ടു 2/2, ഇറ്റ്സ് ഈക്വൽ ടു 1 normal. ഇറ്റ്സ് ഈക്വൽ ടു 1 normal. 1 normal ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. A 0.5% solution of potassium chloride was found to freeze at 0.25 degrees Celsius. The percentage dissociation of potassium chloride. Percentage dissociation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആൽഫ ഇൻ പെർസെൻറ്റേജ് അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഇവിടെ ഉള്ളത് KCl ആണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്, രണ്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുമായിരിക്കും മിക്കവാറും. ദെൻ വാൻ ഹോ ഫാക്ടർ വെച്ചിട്ട് നമുക്കിത് കാണാൻ പറ്റാം. മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് വാട്ടർ തന്നിട്ടുണ്ട്, ആൻഡ് മോളാർ മാസ് ഓഫ് KCl തന്നിട്ടുണ്ട്. ഏതാ ഇക്വേഷൻ? ഡെൽറ്റ TF ഈക്വൽ ടു I ഇൻറ്റു KF ഇൻറ്റു മൊളാലിറ്റി. ദെൻ ഡെൽറ്റ TF എത്രയാണ്? 0 മൈനസ് 0.24, സോ ഇത് 0.24 വരും. വാൻ ഹോ ഫാക്ടർ നമുക്കറിയില്ല. KF എത്രയാടാ? KF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു 1.8. ഓക്കെ, KF ഈക്വൽ ടു 1.8. ദെൻ ഇൻറ്റു മൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയാണ്. അപ്പോൾ ഗിവൺ മാസ് എത്രയാണ്? സബ്സ്റ്റൻസിൻ്റെ ഗിവൺ മാസ് 0.5% ആണ്. അതായത് 0.5 ഗ്രാം KCl ഇൻ 100 ml സൊല്യൂഷൻ. 100 ml സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ml സൊല്യൂഷൻ, അല്ലെങ്കിൽ 100 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം എന്ത് പറയാം? സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് KCl ഈക്വൽ ടു 0.5 ഗ്രാം എടുക്കാം. ദെൻ വെയിറ്റ് ഓഫ് വാട്ടർ ഈക്വൽ ടു, കറക്റ്റ് പറയുകയാണെങ്കിൽ 100 മൈനസ് 0.5, സോ ഇറ്റ്സ് ഈക്വൽ ടു എത്രയുടെ വരിക? 99.5 ഗ്രാം. ഓക്കെ, ഞാനിവിടെ നേരെ കൊടുക്കുന്നു. ദിസ് വിൽ ബി ഈക്വൽ ടു 0.5 ഡിവൈഡഡ് ബൈ മോളാർ മാസ് എത്രയുടെ? 74.6 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 99.5. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ വാൻ ഹോ ഫാക്ടർ കാണും. 0.24 ഇൻറ്റു 1.8 ഇൻറ്റു 0.5 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ സോറി വാൻ ഹോ ഫാക്ടർ 0.24 ഇൻറ്റു 74.6 ഇൻറ്റു 99.9 ഡിവൈഡഡ് ബൈ 1.8 ഇൻറ്റു 0.5 ഇൻറ്റു 1000. ഓക്കെ, ദെൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാൻ ഹോ ഫാക്ടർ ഈസ് അപ്രോക്സിമേറ്റ്ലി 2ൻ്റെ അടുത്താണ് കിട്ടുക. ദെൻ കാരണം 0.24 0.25, അപ്പോൾ ഇത് 2 വരും. ദെൻ 2 ഇത് 18 2ൻ്റെ അടുത്ത്, ഐ തിങ്ക് 1.2ൻ്റെ അടുത്ത് വരും. 1. something. അതിൻ്റെ വാല്യൂ 1.98 വരും. നിങ്ങൾ സമയം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുക, കാരണം അത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഓപ്ഷൻ ഇല്ല. അപ്പം നിയറസ്റ്റ് ഇൻറ്റീജറിൽ എത്ര കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ഓഫ് കോഴ്സ് ഇത് KCl ആണ്. അപ്പോൾ KClൻ്റെ കേസിൽ KCl എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുക? K പ്ലസും Cl മൈനസും. അപ്പോൾ ഇത് 1 ആണെങ്കിൽ ഇത് 0, ഇത് 0, ഇത് 1 മൈനസ് ആൽഫ, അപ്പോൾ ഇത് ആൽഫ, ഇത് ആൽഫ. ദെൻ നമുക്കറിയാം വാൻ ഹോ ഫാക്ടർ I ഈക്വൽ ടു ഇപ്പോൾ ഇവിടെ എത്ര വരിക? 1 പ്ലസ് ആൽഫയാണ്. ആൻഡ് ഓഫ് കോഴ്സ് 1 പ്ലസ് ആൽഫ ഈക്വൽ ടു 1.98 അല്ലേ? 1.98. അങ്ങനെയാണെങ്കിൽ ആൽഫ ഈക്വൽ ടു 0.98 ആൻഡ് ആൽഫ ഇൻ പെർസെൻറ്റേജ് വരുമ്പോൾ നമ്മൾ 100 ചെയ്യുക. സോ 98% ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റിലോട്ട് കടക്കുന്നു. 2 solution A and B, each of 100 liter was made by dissolving 4 gram NaOH and 9.8 gram H2SO4 in water respectively. The pH of the resultant solution obtained from mixing 40 liter of solution A and 10 liter of solution B. Okay. Then ഇവിടെ NaOH H2SO4 ആണ്. അപ്പോൾ നമുക്കറിയാം ഏതൊരാളെ എക്സസ് ആയാൽ മാത്രമേ pH എന്താവുള്ളൂ? നമുക്ക് pH 7-നേക്കാളും കൂടെ കുറയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആരെ എക്സസ് ആവാന്നൊന്നും നമുക്കറിയില്ല. ഇവിടെ ആകെ മാസ് ഓഫ് NaOH തന്നിട്ടുണ്ട്, മാസ് ഓഫ് H2SO4 തന്നിട്ടുണ്ട്. ദെൻ രണ്ടുപേരും 100 ലിറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. അവിടെ വോളിയം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം രണ്ടുപേരുടെയും മൊളാരിറ്റി ആദ്യം ഒന്ന് കണ്ടുപിടിക്കുകയാണ്. കാരണം രണ്ട് ഇനീഷ്യൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല. പിന്നെയാണ് നമ്മൾ 40 ലിറ്ററും 10 ലിറ്ററും വെച്ച് എന്ത് ചെയ്യണത്? അവരെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOHും അതേപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2SO4 എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നമ്പർ ഓഫ് മോൾസ് ഓർ മൊളാരിറ്റി ഓഫ് NaOH കണ്ടുപിടിക്കാൻ പോവാണ്. ഗിവൺ മാസ് 4 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു എത്ര വോളിയടാ? 100 ലിറ്റർ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും 1 എത്ര വന്നു? 1/1000 വന്നു. കറക്റ്റ് അല്ലേ? 1/1000. ഓക്കെ, ദെൻ ഇനി മൊളാരിറ്റി ഓഫ് NaOH കഴിഞ്ഞാൽ അടുത്തത് H2SO4. അപ്പോൾ H2SO4ൻ്റെ കേസിൽ H2SO4 മൊളാരിറ്റി എത്ര? 9.8 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് H2SO4 98 ഇൻറ്റു അഗെയിൻ 1/100. അപ്പോൾ ഇത് 10 വരും.
സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1/1000. ഓക്കെ, ദെൻ രണ്ടും 1/1000 ആണ്. അപ്പോൾ രണ്ടാളുടെ മൊളാരിറ്റി 1/1000 ആണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണത്, ഇനി 40 ലിറ്റർ ഞാൻ ഈ ചങ്ങായിന് 10 ലിറ്റർ ഞാൻ H2SO4 മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സപ്പോസ് ദിസ് ഇസ് NaOH ആൻഡ് H2SO4 എന്താ സംഭവിക്കുക, ന്യൂട്രലൈസേഷൻ സംഭവിക്കും. ഓക്കെ, ന്യൂട്രലൈസേഷൻ. ദെൻ ഇത് സ്വാഭാവികമായിട്ട് 2 മോളാർ വേണ്ടി വരും. കാരണം നമുക്കറിയാം ഇവൻ 2 OH മൈനസ്, ഒരു NaOH ഒരു OH മൈനസിനെ കൊടുക്കുള്ളൂ, ഇവൻ 2 H+ കൊടുക്കും. അപ്പോൾ 2 OH മൈനസ് വേണ്ടി വരും. ഓക്കെ, ദെൻ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് പറയാം, ഇത് 2 മോൾ ഉണ്ടെങ്കിൽ ഇത് 1 മോൾ മതി എന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ എത്ര മോളാണ് ഇവിടെ ആഡ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, ദെൻ ഞാൻ ഈ പറയുന്ന ഇത്രയും കോൺസെൻട്രേഷൻ ഉള്ള NaOH ഞാൻ 40 ലിറ്ററാണ് എടുക്കുന്നത്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു വോളിയം വരും. മൊളാരിറ്റി എത്രയാണ്, 1/1000 ഇൻറ്റു വോളിയം എത്രയാണ്, 40. അപ്പോൾ ഇതെത്ര വരിക, 4/100. 4/100 മോളാണ് NaOH. സിമിലർലി നമ്പർ ഓഫ് മോൾസ് ഓഫ് H2SO4 എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി എത്രയാടാ, 1/1000 എത്ര വോളിയ, ദെൻ ഇറ്റ്സ് ഈക്വൽ ടു 1/100 മോൾ. ഓക്കെ, ദെൻ ഓഫ് കോഴ്സ് നമുക്കറിയാം ഇവിടെ ഇപ്പോൾ സപ്പോസ് ഇത് 4/100 ആണെങ്കിൽ, അല്ലെങ്കിൽ 4/100 നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, 0.04 എന്ന് എഴുതി കൂടെ. ഇതിന് വേണമെങ്കിൽ നമുക്ക് 0.01 എന്ന് എഴുതാം. അപ്പോൾ ഇത് 0.01 ആണെങ്കിൽ ഇത് അതിൻ്റെ ഇരട്ടി വേണം, 0.02 വേണം. പക്ഷേ നമുക്കറിയാം ഇത് 0.04 ഉണ്ട്, വിച്ച് മീൻസ് ഇത് എക്സസ്. അതായത് ഇവിടെ ഇവനുള്ളത് 0.04 ആണെങ്കിൽ ഇവനുള്ളത് 0.01 ആണ്. ഇവൻ കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്ത് കളയും, ഇത് കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്ത് കളയും. ദെൻ വിച്ച് വിൽ ബി ഈക്വൽ ടു ഇത് 0 ആയി. അന്നേരം ഇത് എത്ര ഉണ്ടാവുക, 0.04 എന്ന് ഇതിൻ്റെ 2 ടൈംസ് അഥവാ 0.02 കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 0.02 അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ, കറക്റ്റ് അല്ലേ? യെസ്, 0.02 അങ്ങനെ തന്നെ ഉണ്ടാവും. ആൻഡ് ദിസ് 0.02 ഈസ് ദ കോൺസെൻട്രേഷൻ. ഇപ്പം നിലവിലുള്ള നമ്മളുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0.02 ആണ്, കറക്റ്റ് അല്ലേ? ഓക്കെ, യാ. ദെൻ അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. നോക്കിക്കോ, ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 4/100 ആണ്. സോ ഇറ്റ്സ് ഈക്വൽ ടു 0.04. ദെൻ ഇവൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 0.01 ആണ്. അപ്പോൾ ഇവിടുന്ന് H2SO4 അത്രയും എന്ത് ചെയ്ത് റിയാക്ട് ചെയ്ത് കളഞ്ഞു, ബാക്കി ഇത്രയും ഉണ്ടാവും. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ബാക്കി ആരൊക്കെ ഉള്ളത് നോക്കാം. ദെൻ ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ pH മൊത്തം ഇവിടെ നിങ്ങൾ H+OH- ഈക്വൽ ആവും. H2SO4 യാതൊരു ബുദ്ധിമുട്ടില്ല, കംപ്ലീറ്റ് H2SO4 റിയാക്ട് ചെയ്ത് പോയി. എക്സസ് ആയിട്ടുള്ളത് 0.02 മോൾ NaOH ആണ്. സോ എക്സസ് ആയിട്ടുള്ളത് 0.02 മോൾ എന്താണ്, NaOH. ഓക്കെ, ഞാൻ ഇതിനെ ഞാൻ കോൺസെൻട്രേഷൻ ഓഫ് NaOH ആക്കുകയാണെങ്കിൽ നോക്കണം, കോൺസെൻട്രേഷൻ ഓഫ് NaOH ഈക്വൽ ടു 0.02 ഡിവൈഡഡ് ബൈ വോളിയം. എത്രയുടെ വോളിയം, 40 ലിറ്ററിൽ ഇവനെയും 10 ലിറ്റർ ഇവനെയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം ഇപ്പോൾ എത്ര ആയിക്കണം, 50 ലിറ്റർ ആയിക്കണം. എത്ര ആയിക്കണം, 50 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ വിച്ച് വിൽ ബി ഈക്വൽ ടു 0.04 ഡിവൈഡഡ് ബൈ എത്ര വരും, 100 വരും. സോ 4 × 10⁻⁻⁴ ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് NaOH. അത് തന്നെയാണ് കോൺസെൻട്രേഷൻ ഓഫ് എന്തോ OH മൈനസും. സോ ഇറ്റ് വിച്ച് വിൽ ബി ഈക്വൽ ടു 10 × 10⁻⁴. ദെൻ നമ്മോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, POH ആണോ PH ആണോ, PH ആണ് ചോദിച്ചിട്ടുള്ളത്. സോ എന്തെന്നായാലും നമുക്ക് POH എന്ന് കണ്ടുപിടിക്കാം. ഇറ്റ്സ് ഈക്വൽ ടു -log 4 × 10⁻⁴. സോ ഇറ്റ്സ് ഈക്വൽ ടു 4 - log 4. So 4 minus 0. log 2 log 4 0.6 വരും. അപ്പോൾ 3.4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ PH ഈക്വൽ ടു 14 - 3.4. സോ ഇറ്റ്സ് ഈക്വൽ ടു 10.6 വരും. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 10.6. ഓക്കെ, നമുക്ക് yeah 10.6 is the right answer. ഒരു ക്വസ്റ്റ്യന് Dumas method എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. An organic compound was analyzed by Dumas method. 0.45 gram of compound on combustion gave 48.6 ml of nitrogen at 27 degrees Celsius. Okay, 756 mm Hg pressure. What is the percentage nitrogen? അപ്പോൾ നമുക്കറിയാം, നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷൻ P1V1 ഡിവൈഡ് ബൈ T1 ഈസ് ഈക്വൽ ടു P2V2 ഡിവൈഡ് ബൈ T2 എന്നാണ്. ഇത് ശരിക്കും STP കണ്ടീഷനാണ്. ഇവിടെ ഈ P2V2 T2 എന്നുള്ള കണ്ടീഷൻ STP ആണ്. അവിടെ ഇതിൻ്റെ P2ൻ്റെ വാല്യൂ എന്തായിരിക്കും,
P2 STPയിലുള്ള P2ൻ്റെ വാല്യൂ എന്തായിരിക്കും 760 mmHg ആയിരിക്കും. V2 നമുക്കറിയില്ല, T2 നമുക്കറിയാം, T2 ഈസ് 273 Kelvin ടെമ്പറേച്ചർ. പിന്നെ ഗിവൺ പ്രഷർ തന്നിട്ടുണ്ട് 756, പിന്നെ V1 തന്നിട്ടുണ്ട് 48.6 ml. T1 ഈസ് ഗിവൺ 27 ഡിഗ്രി സെൽഷ്യസ്, അത് 300 Kelvin ടെമ്പറേച്ചറിലേക്ക് മാറ്റണം. ഓക്കെ, എന്നിട്ട് V2 ഇവിടെ എന്ത് ചെയ്യും നമ്മൾ കണ്ടെത്തുന്നു. ആ V2ൻ്റെ വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ V2 കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ആ V2ൻ്റെ വാല്യൂ ഇതാ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, V2 അതാണ് V2ൻ്റെ വാല്യൂ ഇവിടെ കിട്ടും. ഈ വാല്യൂ കൊടുക്കുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, പെർസെൻറ്റ് നൈട്രജൻ അത് 28, അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ ആണ്, ഇൻറ്റു V2. ആ V2 ഇവിടുന്ന് വരുന്നതാണ്, ഈ V2 ഇവിടുന്ന് കിട്ടും. ഓക്കെ, ഡിവൈഡഡ് ബൈ 22400 ഇൻറ്റു W. ഈ Wക്ക് പറയാൻ നിങ്ങൾ എന്ത് കൊടുക്കണം, ഈ മാസ് കൊടുക്കുക, 0.45 gram എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഈ മാസ് കൊടുത്താൽ മതി, ഇൻറ്റു 100% ആണല്ലോ. അപ്പോൾ യു വിൽ ഗെറ്റ് 12.29% എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. The standard reduction potential at 298 Kelvin for the following half cells are given below. Then okay, കുറേ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ദ നമ്പർ ഓഫ് മെറ്റൽസ് വിച്ച് വിൽ ഓക്സിഡൈസ്ഡ് ബൈ NO3 മൈനസ്. ഓക്കെ, ദെൻ അപ്പോൾ NO3 മൈനസ് എന്താണ്, ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് വിചാരിച്ചോ. നമുക്ക് NO3 മൈനസിൻ്റെ പൊട്ടൻഷ്യൽ നോക്കാം. NO3 മൈനസ് NO ആണ്, +5 +2 പോവാണ്. അപ്പോൾ റിഡക്ഷൻ ആണ്. സോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്, വിച്ച് മീൻസ് ഇറ്റ് ആക്ട് ആസ് എ ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ്. ദെൻ നമുക്കറിയാം ഇവന് റിഡക്ഷൻ ആണ് നടക്കണമെങ്കിൽ, ഇവൻ ഓക്സിഡൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇവനേക്കാളും എന്തായിരിക്കണം, കുറവായിരിക്കണം അല്ലേ. അതായത് ഇവൻ്റെ ഓക്സിഡൈസിങ് ഏജന്റിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എപ്പോഴും എന്തായിരിക്കണം, ബാക്കിയുള്ളവരെക്കാളും, അതായത് ഇവൻ്റെ റെഡ്യൂസിങ് ഏജന്റിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പം അതായത് ഈ പറയുന്ന ആൾക്കാരുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ NO3 മൈനസിനേക്കാളും കുറയണം എന്നർത്ഥം. NO3 മൈനസിനേക്കാളും കുറവാണോ, -1.19 കുറവാണ്, യെസ്. ദെൻ -0.04 കുറവാണ്. ദെൻ 0.80 0.97 ചെറുതാണ്, 0.8. ആൻഡ് ഓഫ് കോഴ്സ് 0.97 വലുതാണ് 1.40. അപ്പം ഗോൾഡിനെ മാത്രം പറ്റൂല, ബാക്കി എല്ലാവരും പറ്റും. സോ അപ്പം നമ്പർ ഓഫ് സാൾട്ടുകൾ ചോദിക്കുകയാണെങ്കിൽ ദ ആൻസർ ഈസ് 3. ഓക്കെ, സോ ദ ആൻസർ ഈസ് 3 is the right answer. Then okay guys, thank you.